गणपतये नमः। ओम नमः शिवाय। सर्वमंगलमांगल्ये शिवे सर्वार्धसाधिके शरण्ये त्र्यंबिके गौरी നാരായണി നമോസ്തുതേ. ഇന്ന് നമുക്ക് ഇന്നത്തെ രാമായണ മാസത്തിൻ്റെ അവസാന ദിവസമാണിന്ന്. രാമായണ മാസം അവസാന ദിവസമായ ഇന്ന് നമുക്ക് ഒരു നിമിഷം ആ ശ്രീരാമചന്ദ്ര ഭഗവാനെയും സീതാദേവിയെയും മനസ്സാ സ്മരിക്കാം. ലക്ഷ്മി ദേവിയുടെ തന്നെ അവതാരമായ സീതാദേവിയെയും ആ വിഷ്ണു ഭഗവാന്റെ അവതാരമായ ആ ശ്രീരാമചന്ദ്ര ഭഗവാനെയും നമുക്ക് ഒരു നിമിഷം മനസ്സാൽ സ്മരിക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ തന്നെ പലവിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ടല്ലേ. നമ്മുടെ ഭൂമിയുടെ ഗതി തന്നെ മാറിപ്പോകുന്ന രീതിയിൽ പലതരത്തിലുള്ള ഉരുൾപൊട്ടലുകൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ ഇനിയിപ്പോൾ മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഭൂമിയിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവപ്പെടുന്നുണ്ടല്ലേ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ, അങ്ങനെ ഒരു കലികാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കാരണം നമ്മുടെ ഭൂമി എന്ന് പറയുന്ന പ്രകൃതിയാണ്. പ്രകൃതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയെയാണ് ആ പ്രകൃതിയായിട്ട് നമ്മൾ ഉപമിക്കുന്നത് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സ്ത്രീകളെ അത്യധികം ബഹുമാനിക്കുന്ന, അതുപോലെ തന്നെ സ്ത്രീകൾ അത്രയധികം നല്ല രീതിയിൽ മാന്യമായിട്ടുള്ള വസ്ത്രധാരണങ്ങൾ നടത്തി, അങ്ങനെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെയധികം മികച്ച ഒരു സംസ്കാരമായിരുന്നു. മറ്റുള്ള ഇംഗ്ലീഷ് രാജ്യങ്ങളിലെ പോലത്തെ സംസ്കാരങ്ങൾ, പാശ്ചാത്യ സംസ്കാരങ്ങളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. നമ്മുടെ ഇവിടുത്തെ സംസ്കാരങ്ങളാണ് ഇപ്പോൾ പാശ്ചാത്യര് പോലും ആചരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിമഹത്തായിട്ടുള്ളൊരു ഭാരതീയ സംസ്കാരമായിരുന്നു നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാം, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ തന്നെയും, ഇന്ത്യ ഞാൻ എടുക്കുന്നില്ല, ഈ കേരളത്തിൽ തന്നെയും എത്രയോ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് പോയിട്ട് ആ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയി ഗാർഹികമായിട്ട്, മാനസികമായിട്ട്, ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭിണി ആയിരിക്കുന്ന ഒരു സ്ത്രീയെ ആ സ്നേഹമില്ലായ്മ കൊണ്ടാണ്, അതായത് ആ ഗർഭിണി ആയിരിക്കുന്ന തൻ്റെ കുഞ്ഞാണ് ആ വയറ്റിൽ കിടക്കുന്നത് എന്നുള്ള ഒരു സ്നേഹം ഇല്ലാതെ സ്വാർത്ഥമായിട്ട് സ്വർണം അല്ലെങ്കിൽ സ്ത്രീധനം കൊടുത്ത് സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ആ സ്വർണം എടുത്തോണ്ട് പോവാൻ വേണ്ടിയിട്ട് ആ ഗർഭിണിയായ സ്വന്തം ഭാര്യയുടെ വയറ്റിൽ ചവിട്ടി ആ ഗർഭ ചിത്രം ചെയ്ത് ആ ഗർഭത്തെ ഇല്ലാതാക്കി, അതായത് സ്വന്തം കുഞ്ഞിനെ വരെ നശിപ്പിച്ചുകൊണ്ട് അത്രയും ക്രൂരമായിട്ടുള്ള മനസ്സായി മാറിയിരിക്കുകയാണ് ചില മനുഷ്യരുടെ മനസ്സ്. അത് തൻ്റെ ഭാര്യയാണ്, ആ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞാണ്, തൻ്റെ ജീവൻ തന്നെയാണ് ആ വയറ്റിലുള്ളത് എന്ന് ഓർക്കാതെ താലി കെട്ടിയ അഗ്നിസാക്ഷിണിയായിട്ട് താലി കെട്ടിയ ആ ഭാര്യയെ, ഗർഭിണിയായിരുന്ന ഭാര്യയുടെ വയറ്റിൽ ചവിട്ടി ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് ആ ഭാര്യയ്ക്ക് ആ കുട്ടിയുടെ വീട്ടുകാർ കൊടുത്ത സ്ത്രീധനത്തെ എടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി സുഖിക്കുന്ന, അങ്ങനെയുള്ള അത്രയും നികൃഷ്ടന്മാരായിട്ടുള്ള, ദുഷ്ടന്മാരായിട്ടുള്ള, ക്രൂരന്മാരായിട്ടുള്ള മനുഷ്യരാണ് ഇപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ളത്. അതുപോലെ തന്നെ ഭ്രൂണഹത്യ എന്ന് പറയുന്നത് വളരെ മഹാപാപമാണ്. ഇപ്പോൾ ഓരോരുത്തരും വിവാഹം കഴിക്കുമ്പോൾ 1 വർഷത്തിനകം വെച്ചിട്ട് കുട്ടി ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണി ആവുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരും പറയുകയാണ്, ഇപ്പോൾ ഉടനെ നമുക്ക് കുഞ്ഞിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് അബോർഷന് വേണ്ടിയിട്ട് അബോർഷൻ ചെയ്യിപ്പിക്കുന്ന ഭർത്താക്കന്മാർ ധാരാളം നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അത് കൊടിയ പാപമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ഓരോ മരങ്ങളായിട്ടും പുഴുക്കളായിട്ടും ഒക്കെ ജനിച്ച് വന്നിട്ടായിരിക്കും ആ ആത്മാവിന് ഒരു മനുഷ്യനായിട്ട് ജനിക്കാനുള്ള, ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വന്ന് ജനിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ആ ഒരു അവസരത്തെയാണ്, അങ്ങനെ ജനിച്ചു കഴിയുമ്പോൾ ആ ഒരു ഇതിനെയാണ് ആ പറയുന്ന ഭാര്യ ഭർത്താക്കന്മാര്, അല്ലെങ്കിൽ ആ പറയുന്ന ഭർത്താവ് ആ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് ഇല്ലാതാക്കുന്നത്. അവിടെ സ്നേഹമില്ല. അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് ചില ഭാര്യമാരും അങ്ങനെയുള്ള ഭാര്യമാരുണ്ട്. 1 വർഷത്തിന് മുന്നേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തൻ്റെ സൗന്ദര്യം പോവും, അല്ലെങ്കിൽ തനിക്ക് ആ ഒരു പരിഗണന കിട്ടില്ല എന്ന് കരുതിയിട്ട് തിരിച്ചു പറയുന്നവരും ഉണ്ട്. ചിലർ 2 പേരും കൂടി, ഭാര്യയും ഭർത്താവും തമ്മിൽ തീരുമാനിക്കുന്നവരും ഉണ്ട്. പക്ഷെ ഇതെന്ന് പറയുന്നത് കൊടിയ പാപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ കൊടിയ പാപമാണത്.
അതേപോലെ തന്നെ പാപമാണ് ഗർഭിണിയായ ഭാര്യയുടെ വയറ്റിൽ ചവിട്ടിയിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നത് പറയുന്നതും അതിനെക്കാട്ടിലും വലിയ കൊടിയമായിട്ടുള്ള ക്രൂരതയാണ്, കൊടിയ പാപമാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കാന്നുള്ളതാണ്. നമുക്ക് എന്താ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഇതിൽ ജനിച്ച ആ കുഞ്ഞിനെ നമ്മൾ സംരക്ഷിക്കാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതാണ് പറയുന്നത്. ഈ ഭൂമിയിൽ ഇപ്പോൾ എന്താണ് സ്നേഹം എന്ന് പറയുന്നത് യാതൊരു വിലയുമില്ല. ആ സ്നേഹമാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ നോക്കൂ, എത്ര ഭാര്യമാർ എത്ര സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ പെരുമാറിയാലും സ്നേഹിച്ചാലും തിരിച്ച് അതുപോലെ ദേഷ്യപ്പെട്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ഭർത്താക്കന്മാരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് ഉള്ളത്, അല്ലേ? അപ്പൊ അവിടെ കലിയാണ്, അവർക്ക് കലി ബാധിച്ചിരിക്കുകയാണ്. ഈ ഒരു കലികാലത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർക്ക് അവരെ മനുഷ്യരെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല, അവരെ മൃഗമെന്ന് മാത്രമേ വിളിക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് ആർത്തിയാണ്, അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഒരുപാട് പണം സ്വന്തമാക്കണം, അല്ലെങ്കിൽ പിന്നെ സ്ത്രീധനം കിട്ടിയ സ്ത്രീധന തുക പോരാന്ന് വരുന്നു, അല്ലെങ്കിൽ സ്ത്രീധനം ഇനിയും വേണമെന്നുള്ള അത്യാർത്തി, ആ സ്വർണത്തോടും പണത്തോടും മാത്രമുള്ള ആ ഒരു അത്യാർത്തി, ആ ഒരു അത്യാഗ്രഹം, ഇതൊക്കെയാണ് ഇപ്പോഴുള്ള മനുഷ്യർക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പാവപ്പെട്ട അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള ആണുങ്ങൾക്ക് പോലും ചിലപ്പോൾ വിവാഹം നടക്കാത്തത് അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രകൃതിക്ക് തന്നെയും അത് താങ്ങാൻ കഴിയാവുന്നതിൽ അപ്പുറം ആവുന്നത്. അപ്പോൾ പ്രകൃതി അത് താങ്ങി നിർത്തിയാലും അതിനൊരു പരിധി വരുമ്പോൾ ഈ പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തകരുകയും അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമുക്ക് ഒരു ജീവൻ ഉണ്ടായാൽ അതിനെ നശിപ്പിക്കാതിരിക്കുക, ആ ഭാര്യയെ സ്നേഹിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് തിരിച്ചും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഇപ്പൊ ഞാൻ ഇത്ര ശക്തമായിട്ട് പറയുന്നു. ഓരോരുത്തർ ചോദിക്കും, ഇത്ര ശക്തമായിട്ട് പറയുമ്പോൾ സൗമ്യമായിട്ട് പറയാം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൗമ്യമായിട്ട് പറയുന്ന കാര്യങ്ങളല്ല, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ശക്തമായിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. കാരണം ഓരോ സ്ത്രീകളുടെയും ഉള്ളിൽ ഓരോ ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ ശക്തി നമ്മൾ പറയുമ്പോഴാണ്, അത് നമുക്ക് പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു നന്മ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള സ്ത്രീകളുടെ കാര്യമൊന്നും പറയാനേ കഴിയില്ല. പ്രത്യേകിച്ചും ഇപ്പോഴുള്ള തലമുറയിലുള്ള കുട്ടികളുടെ കാര്യം പറയാനേ കഴിയില്ല. അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് അതൊക്കെ ഒന്ന് മാറ്റി നല്ലൊരു ഇതിലേക്ക് വരണം എന്നാണ് കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ആയിരിക്കണം വീട്ടിലുള്ള അമ്മമാരായാൽ പോലും ആ പെൺമക്കളോട് പറഞ്ഞത് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ച് ആൺമക്കളോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നമുക്കൊരു പുതിയ തലമുറയെ വാർത്തുകൊണ്ട് വരാൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ എത്ര സ്നേഹമായിട്ട് അവരോട് സൗമ്യമായിട്ട് ക്ഷമിച്ച് നമ്മൾ എത്ര താണുവണങ്ങി നിൽക്കുന്നുണ്ടോ അത്രയ്ക്കും നമ്മുടെ തലയിൽ കയറി അവർ നിരങ്ങാൻ മാത്രമേ ഇപ്പോൾ ഉള്ളവർ നോക്കുകയുള്ളൂ. അതാണ് സത്യം, അതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു കടക്കുക എന്ന് പറയുന്നത് ഭഗവത് നാമം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഭൗതിക ലോകത്ത് നിന്ന് പുറത്തു കടക്കുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ട് ദേവിയോട് ആ മോക്ഷത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമുക്ക് മറ്റൊന്നും കഴിയുകയില്ല. ദേവി എന്ന് പറയുന്ന ആദിപരാശക്തിയാണ്. ദേവി മറ്റെന്തും ക്ഷമിക്കും. പക്ഷേ ഒരു ജീവനെ ഇല്ലാതാക്കുന്നത് അത് ഒരിക്കലും ഒരു അമ്മയാണ്. ആ ദേവി എന്ന് പറയുന്ന അമ്മയാണ്, ആദിപരാശക്തിയാണ്. ആ ദേവിക്ക് ഒരിക്കലും അത് ക്ഷമിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. ഇപ്പൊ നമ്മുടെ ഈ കലികാലത്തിലെ സ്നേഹം എന്ന് പറയുന്നത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു മതസ്ഥർക്ക് പിന്നെയും അല്പമെങ്കിലും സ്നേഹമുണ്ട്. പക്ഷേ നമ്മുടെ മതത്തിലുള്ള മിക്കവർക്കും, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കൂടുതലും അതിനുള്ള അറിവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആ സ്നേഹങ്ങളൊന്നും ഇല്ലാതിരിക്കുകയാണ്. ആ കുടുംബ സ്നേഹം ഇല്ലാതിരിക്കുക. എപ്പോഴും എല്ലാവരും പണത്തിന്റെയും സ്വർണത്തിന്റെയും പണത്തിന്റെയും സ്ത്രീധനത്തിന്റെയും അങ്ങനെയൊക്കെ പണത്തിന്റെ പിറകെ ആക്രാന്തം പിടിച്ച് ഓടുകയാണ്. അവർക്ക് പണം മാത്രം മതി. ചിലരെ വിവാഹം കഴിക്കുന്നത് തന്നെ ഈ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അങ്ങനെ സ്ത്രീകളെ ദ്രോഹിക്കുമ്പോൾ ഈ പ്രകൃതിയും പ്രതികരിക്കുന്നുള്ളത് സത്യമായ കാര്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കാന്നുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുണ്ടെങ്കിൽ സ്ത്രീജനങ്ങളെ ബഹുമാനിക്കാൻ പഠിക്കാം. അതുപോലെ തന്നെ തിരിച്ചും ഈ സ്ത്രീജനങ്ങള് സ്ത്രീജനങ്ങൾക്ക് നിങ്ങൾ ബഹുമാനം കൊടുക്കുമ്പോൾ മാത്രമേ അവരും തിരിച്ചു നിങ്ങൾക്ക് അതേപോലെയുള്ള ബഹുമാനം തരികയുള്ളൂ. അല്ലാതെ നിങ്ങൾ അവരോട് ക്രൂരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്കും ആ ഒരു ഇതിലെ നിങ്ങളെ കാണാൻ കഴിയുകയുള്ളൂ.
ചിലരാണെങ്കിൽ ക്ഷമിച്ചുകൊണ്ട് പോവും. പറഞ്ഞിട്ടില്ലേ, ചിലർ ഭൂമിയോളം ക്ഷമിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥയാവും. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട്, പുരുഷന്മാര് അത് മനസ്സിലാക്കിയിട്ട് ഒരു പരിധിവരെ നമ്മൾ ക്ഷമിച്ച് ആ ഒരു സ്നേഹത്തിൽ പോവാൻ നോക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് തിരിച്ചും പറയാനുള്ളത്. അതുകൊണ്ട് പരസ്പരം കുടുംബങ്ങളിൽ അങ്ങനെ ഒരു കുടുംബ കലഹങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടാവാതെ, അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടുള്ള വഴക്കുകൾ ഉണ്ടാവാതെ, അല്ലെങ്കിൽ നമ്മുടെ അത് മനസ്സിലാക്കി ആ ഒരു സ്നേഹം കൊണ്ടുവന്ന്, ആ മക്കളോടുള്ള സ്നേഹം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നുള്ള ആ ഒരു സ്നേഹം കൊണ്ടുവന്ന് സ്നേഹിക്കാനുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഹൃദയം, ആ ഒരു മനസ്സ്, ആ ഒരു നന്മയുള്ള മനസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ നന്മയുള്ള മനസ്സില്ലാതാവുമ്പോഴാണ് ഇങ്ങനെ രാക്ഷസ തുല്യമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ഓരോരുത്തർ ചെയ്തു കൂട്ടുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ആ ദുഷ്ട ക്രൂര കൃത്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതൊക്കെ കൊടും പാപമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ നരകയാതനകള്, മരണശേഷം വളരെയധികം നരകയാതനകൾ ഇവർക്കൊക്കെ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ ഇവര് ചെയ്തത് വെച്ചിട്ട് ഇവര് ഭൂമിയിൽ ചിലപ്പോൾ സുഖിക്കുമായിരിക്കാം. ഇവര് അങ്ങനെ ഒരു സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവര് ഗൾഫിലൊക്കെ പോയി സമ്പാദിച്ച് അവര് ഭൂമിയിൽ ചിലപ്പോൾ സന്തോഷിക്കുമായിരിക്കാം. എന്നാലും അവര് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നരകങ്ങളിൽ പോയി വീഴേണ്ടി വരും. അവർക്ക് അവിടെ കിടന്ന നരകയാതനകൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അത്രയും ക്രൂരമായിട്ടുള്ള ക്രൂരകൃത്യമാണ് ഈ പറയുന്ന പോലെ ഒരു ഗർഭിണിയെ ചവിട്ടി സ്വന്തം കുഞ്ഞിന്റെ ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അതെന്ന് പറയുന്ന ഒരു കൊടിയ പാപമാണ്. അത് ഒരു ദൈവങ്ങളും ക്ഷമിക്കുകയില്ല, അത് ദേവിയും ക്ഷമിക്കുകയില്ല, ഒരിക്കലും ക്ഷമിക്കുകയില്ല. അവർക്ക് തീർച്ചയായിട്ടും അവരിനി എന്തൊക്കെ പ്രായശ്ചിത്തം ചെയ്താലും ശരി തന്നെ അവർക്ക് അതിന്റെ ശിക്ഷ തീർച്ചയായിട്ടും നരകങ്ങളിൽ പോയി നരകയാതനകൾ അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഹരേ കൃഷ്ണ, അമ്മേ നാരായണ. അപ്പോൾ ഇന്ന് നമുക്ക് ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയാണ് പറയാനുള്ളത് കേട്ടോ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 11-ാം അധ്യായം നാരായണീ സ്തുതി. ഋഷിരുവാചഃ ദേവ്യാ ഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാഃ സുരാവഗ്നിപുരോഗമാസ്താം കാർത്യായനീം തുഷ്ടുവുരിഷ്ടലാഭാ ദ്വികാശീ വക്ത്രാസ്തു വികാശിതാശഃ. മഹാസുരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ശുംഭാസുരനെ ദേവി യുദ്ധത്തിൽ നിഗ്രഹിച്ചപ്പോൾ ഇന്ദ്രാഗ്നി മുഖ്യന്മാരായ ദേവന്മാർ ആഗ്രഹം സാധിച്ചതു നിമിഷം സന്തോഷം കൊണ്ട് വികസിച്ചിരിക്കുന്ന മുഖത്തോടും പ്രകാശിക്കപ്പെട്ട ദിക്കുകളോടും കൂടിയവരായിട്ട് ചണ്ഡികാദേവിയെ, കാർത്യായനി ദേവിയെ സ്തുതിച്ചു. അങ്ങനെ ഈ ദുഷ്ടനായിട്ടുള്ള ശുംഭാസുരനെ ദേവി വധിച്ചപ്പോൾ ദേവന്മാരെല്ലാം എന്ത് ചെയ്യുകയാണ്? ആ ദേവിയെ കാർത്യായനി ദേവിയെ സ്തുതിക്കുകയാണ്. ദേവി പ്രപന്നാർത്തി ഹരേ പ്രസീതാ പ്രസീതാ മാതർ ജഗതോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യാം. ശരണം പ്രാപിക്കുന്നവരുടെ ആർത്തികളെ നശിപ്പിക്കുന്ന ദേവി നിന്തിരുവടി പ്രസാദിച്ചാലും, അല്ലയോ സർവ്വലോകമാതാവേ നിന്തിരുവടി പ്രസാദിച്ചാലും, ഹേ സർവേശ്വരി നിന്തിരുവടി ഈ ലോകത്തെ രക്ഷിച്ചാലും, അല്ലയോ ദേവി ചരാചരങ്ങൾക്കെല്ലാം നിന്തിരുവടി ഈശ്വരിയാകുന്നു. അപ്പോ ശരണം പ്രാപിക്കുന്നവരുടെ, ദേവിയിൽ ശരണം പ്രാപിക്കുന്നവരുടെ എല്ലാവരുടെയും ആർത്തിയെ ഇല്ലാതാക്കുന്ന ദേവിയാണ് ആദിപരാശക്തി ദേവി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ദേവി നിന്തിരുവടി പ്രസാദിച്ചാലും, അല്ലയോ സർവ്വലോകമാതാവേ നിന്തിരുവടി പ്രസാദിച്ചാലും, ഹേ സർവേശ്വരി നിന്തിരുവടി ഈ ലോകത്തെ തന്നെ നിന്തിരുവടി രക്ഷിച്ചാലും, അല്ലയോ ദേവി ചരാചരങ്ങൾക്കെല്ലാം നിന്തിരുവടി ഈശ്വരിയാകുന്നു. ഈ ചരാചരങ്ങൾക്കെല്ലാം ദേവിയാണ് ഈശ്വരിയാകുന്നത്. ആധാരഭൂതാ ജഗത്വസ്ത്വമേക മഹീസ്വരൂപേണ യതഃ സ്ഥിതാഭസി അപാം സ്വരൂപസ്ഥിതയാ ത്വയൈതാ ദാപ്യായതേ കൃഷ്ണമലംഘ്യ വീര്യേ. അല്ലയോ ദേവി നിന്തിരുവടി ഭൂമിയുടെ രൂപത്തോട് കൂടിയവളായിരിക്കുന്നത് കൊണ്ട് ജഗത്തിന്റെ ആധാരമായി ഭവിച്ചിരിക്കുന്നവൾ നിന്തിരുവടി ഒരുവളാകുന്നു. ലംഘിക്കപ്പെടുവാൻ കഴിയാത്ത പരാക്രമത്തോട് കൂടിയ ദേവി നിന്തിരുവടി ജലസ്വരൂപിണിയായി ഇരിക്കുന്നത് കൊണ്ട് ഈ ജഗത്തിനെ മുഴുവൻ വർദ്ധിപ്പിക്കുന്നു. അപ്പോ അല്ലയോ ദേവി യാതൊരു കാരണത്താൽ ഭൂമി രൂപേണ സ്ഥിതി ചെയ്യുന്നുവോ അത് നിമിത്തം ഈ ജഗത്തിനെ ആധാരമായി ഭവിച്ചിരിക്കുന്നവൾ നിന്തിരുവടി ഒരുത്തി മാത്രമാകുന്നു. അതായത് ഈ ജഗത്തിൽ മുഴുവൻ ചുറ്റപ്പെട്ടിരിക്കുന്നത് ദേവി മാത്രമായിരിക്കുന്നു എന്നാണ് പറയുന്നത്.
ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യാ ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യാ വിശ്വസ്യ ബീജം പരമാവസി മായാം സമ്മോഹിതം ദേവി നമസ്ത സമസ്തമേതത്വം വൈ പ്രസന്നാ ഭുവി മുക്തിഹേതുഹാം. അല്ലയോ ദേവി, നിന്തിരുവടി അവസാനമില്ലാത്ത ബലത്തോടു കൂടിയ വിഷ്ണു ശക്തിയാകുന്നു. നിന്തിരുവടി പ്രപഞ്ചത്തിന്റെ ആദികാരണിയായി ഉത്കൃഷ്ടയായി ഇരിക്കുന്ന അവിദ്യാശക്തിയായി ഭവിക്കുന്നു. അല്ലയോ ദേവി, ആ അവിദ്യാശക്തി രൂപിണിയായ നിന്തിരുവടിയാൽ തന്നെ ഈ സമസ്ത ജഗത്തും നല്ലവണ്ണം മോഹിപ്പിക്കപ്പെടുന്നു. നിന്തിരുവടി പ്രസന്നയായാൽ ഭൂലോകത്തിൽ തന്നെ മോക്ഷകാരണയാകുന്നു എന്നുള്ളത് പ്രസിദ്ധമാകുന്നു. അപ്പോ ആ ദേവി പ്രസന്ന ആവുകയാണെങ്കിൽ എന്താണ്, നമുക്ക് തന്നെ മോക്ഷം ഉണ്ടാവുന്നതായിരിക്കും, നമുക്ക് തന്നെ മോക്ഷകാരണത്തെ തരുന്നതായിരിക്കും ആ ദേവി എന്ന് പറയുന്നത്. വിദ്യാ സമസ്താസ്തവ ദേവി ഭേദഃ സ്ത്രീയഃ സമസ്താഃ സകലാ ജഗൽസു ത്വയ്യൈകയാ പൂരിതമംബയാ തൈൽ കാതേ സ്തുതിഃ സ്തവ്യ പരാഭ പരോക്തിഃ. അല്ലയോ ദേവി, എല്ലാ വിദ്യകളിലും ലോകത്തിലുള്ള 64 കലകളോട് കൂടിയ സകല സ്ത്രീകളും നിന്തിരുവടിയുടെ അംശങ്ങളാകുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഈ ലോകത്തിലുള്ള സകല സ്ത്രീകളും ആരുടെ, ദേവിയുടെ തന്നെ അംശങ്ങളാകുന്നു. അങ്ങനെ നിന്തിരുവടിയുടെ 60 കലകളോട് കൂടിയ ആ ദേവീ സ്വരൂപമാകുന്നു ഇവിടെയുള്ള സകല 64 കലകളോട് കൂടിയ സകല സ്ത്രീകളും നിന്തിരുവടിയുടെ അംശമാകുന്നു എന്നാണ് പറയുന്നത്. ഈ ചരാചര പ്രപഞ്ചം നിന്തിരുവടിയാകുന്ന ഒരു മാതാവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്തുത്യർഹമായ വസ്തുവിനെ സംബന്ധിച്ച പരാവാക്കും അപരാവാക്കും നിന്തിരുവടിക്ക് എന്തൊരു സ്തുതിയാണ്, ഒരു സ്തുതിയുമില്ല. അപ്പോ ദേവി പരാവാക്കുമാണ്, അതുപോലെ തന്നെ അപരാവാക്കുമാണ്, അല്ലെ? അപ്പൊ ആ ദേവിയുടെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അംഗാനി വേദ ചത്വരോ മീമാംസാ ന്യായ വിസ്തരഃ ധർമ്മശാസ്ത്രം പുരാണാനി വിദ്യ ഹേദാ ചതുർദശ ആയുർവേദ ധനുർവേദോ ഗന്ധർവേ ചേദിതേ ത്രയഃ അർദ്ധശാസ്ത്രം ചതുർദം ച വിദ്യാഹൃഷ്ടാദശൈവതാഃ. ശില്പം, കൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ് ഇങ്ങനെ അംഗങ്ങൾ 6, ഋക്, യജസ്, സാമം, അഥർവണം ഇങ്ങനെ വേദങ്ങൾ 4, മീമാംസ 1, ന്യായവിസ്താരം 1, ധർമ്മശാസ്ത്രം 1, പുരാണങ്ങൾ 1 ഇങ്ങനെ 14, ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, അർദ്ധശാസ്ത്രം ഇങ്ങനെ 4, ആകെ 18 വിദ്യകൾ. ഈ 18 വിദ്യകളും നിന്തിരുവടിയുടെ ഭിന്ന ശക്തികളാകുന്നു. അങ്ങനെയുള്ള ഈ 18 വിദ്യകളും ദേവിയുടെ തന്നെ ഭിന്ന ശക്തികളാവുകയാണ്. സൂക്ഷ്മാ കുണ്ടലിനി മധ്യേ ജ്യോതിർമാത്രാ ഹ്യണീയസി അശ്രോത്രാ വിഷയാ തസ്മാദുൽഗതാ ചോർദ്വഗാമിനി സ്വയം പ്രകാശാ പശ്യന്തി സുഷുമ്നാമാശ്രിതാ ഭവേൽ സൈവഹിൽ പങ്കജം പ്രാപ്യ മധ്യമാനാദരൂപിണി അന്തഃ സങ്കൽപ്പമാത്രാ സാധവിഭക്തോർദ്വഗാമിനി സൈവോരഹ കണ്ഠതാലുസ്താ ശിരോഘ്രാണദ്വിജോപഗാ ജിഹ്വമൂലോഷ്ട നിശ്ചൂതവർണവ്യൂഹ പരിഗ്രഹ ശബ്ദപ്രപഞ്ച ജനനീ ശ്രോത്രഗ്രാഹാതു വൈഖരീ. മൂലാധാരത്തിലുള്ള കുണ്ടലിനി ശക്തിയിൽ തേജോരൂപിണിയായി ഏറ്റവും അതിസൂക്ഷ്മമായി ഉണ്ടാകുന്ന ശബ്ദത്തിനെ പരവാക്ക് എന്നും അവിടെ നിന്നും മേൽപോട്ട് പോയി നാഭിയിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അതിസൂക്ഷ്മമായ ശബ്ദത്തെ പശ്യന്തി വാക്ക് എന്നും അവിടെ നിന്നും ഹൃദയത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന നാദത്തോടു കൂടിയ സൂക്ഷ്മ ശബ്ദത്തെ മധ്യവാക്ക് എന്നും ആ ശബ്ദം തന്നെ പിന്നീട് ഉരസ്, കണ്ഠം, താലു, മൂർധാവ്, നാസിക, ജിഹ്വ, ദന്തങ്ങൾ, ഓഷ്ടം ഈ 8 സ്ഥാനങ്ങളിൽ തട്ടിയിട്ട് പുറപ്പെടുന്നതും അന്യന് സ്രോതങ്ങൾ കൊണ്ട് ഗ്രഹിക്കാത്തതും ആയ അക്ഷരരൂപമായ ശബ്ദത്തെ വൈഖരീ വാക്ക് എന്നും പറയുന്നു. ചത്വാരി വാക് പരിമിത പദാനി താനി വിദുർബ്രഹ്മണാ യേ മനീഷിണഃ ഗുഹാത്രീണി നിഹിതാ നേംഗയന്തി തുരീയം വാചോ മനുഷ്യാ വദന്തി. അല്ലയോ ദേവി, വേദാദി സമസ്ത വിദ്യകളും നിന്തിരുവടിയുടെ ഭേദങ്ങൾ.
അവിടുത്തെ അംശങ്ങളാകൊണ്ട് നിന്തിരുവടിക്കും വിദ്യകൾക്കും പരസ്പരം ഭേദഭാവം ഇല്ലാത്തതിനാൽ നിന്തിരുവടിക്ക് എന്താണ് സ്തുതിയായി തീരുന്നത്? ഒന്നുമില്ല. സ്തുതിക്കപ്പെടുന്നതിന് അർഹമായ വസ്തുവും പരയായും അപരയായുമുള്ള വാക്കുകളും നിന്തിരുവടി തന്നെ ആകുന്നു. അതുകൊണ്ട് നിന്തിരുവടി വിദ്യാരൂപിയാകുന്നു, സരസ്വതീ രൂപയാകുന്നു എന്നുള്ള സ്തുത്യങ്ങൾ ഭേദമില്ലാത്തത് കൊണ്ട് ഇവിടെ യോജിക്കുന്നില്ല. ഏകത്വത്തിൽ സ്തുതി എന്നാണ് താല്പര്യം. എന്നാൽ നിന്തിരുവടി ബ്രാഹ്മിയാകുന്നു, നിന്തിരുവടി ലക്ഷ്മിയാകുന്നു, നിന്തിരുവടി തന്നെ ശർവാണിയുമാകുന്നു, നിന്തിരുവടി ഇന്ദ്രാണിയുമാകുന്നു. ഇങ്ങനെയുള്ള സ്തുതികളും ആ ബ്രഹ്മാദികളും നിന്തിരുവടിയും ഏകമാകൊണ്ട് യോജിക്കുന്നില്ല. അപ്പോ 64 കലകളോടുകൂടിയുള്ള പാതിവ്രത്യാദി ധർമ്മങ്ങളോടും സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്കുള്ള സാമർഥ്യത്തോടു കൂടിയ ബ്രഹ്മാദികളായ സ്ത്രീകളും നിന്തിരുവടിയുടെ അംശങ്ങൾ തന്നെയാകുന്നു. അതായത് എല്ലാ ദേവിമാരും, അതായത് സരസ്വതി ദേവി, ലക്ഷ്മി ദേവി, ബ്രഹ്മാണി ദേവി, അങ്ങനെയുള്ള സകല ദേവികളും നിന്തിരുവടിയുടെ തന്നെ അംശമാകുന്നു. അതായത് രാധാദേവിയിൽ നിന്നാണ് പാർവതീദേവി ഉണ്ടായത്, പാർവതീദേവിയിൽ നിന്നാണ് ആദിപരാശക്തി ഉണ്ടായത്. ഈ ആദിപരാശക്തി രൂപങ്ങളാണ് സരസ്വതി, ലക്ഷ്മി, വൈഷ്ണവി, അങ്ങനെയുള്ള ദേവികൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ ദേവികളെല്ലാം തന്നെ ആ ദേവി ആകുന്നു, ആ ആദിപരാശക്തി ആകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇതില് ഒരുപാട് 64 കലകളെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. 64 കലകൾ ഏതാന്നൊക്കെ വായിക്കട്ടെ. ഗീതം, വാദ്യം, നൃത്യം, നാട്യം, ആലേഖ്യം, തിലകം, തണ്ടൂല കുസുമ ചലീ വികാര, പുഷ്പാസ്തരണം, ദശന വസനാംഗാനാ രാഗഃ, മണിഭൂമി കർമ്മ, ശയനരചനം, ഉദകവാക്യം, ചിത്രയോഗഃ, ചിത്രമാല്യഗ്രഥന വികൽപഃ, ശേഖരാപീഠയോജനം, നേപഥ്യയോഗ, കർണപത്രഭംഗി, സുഗന്ധയുക്തി, ഭൂഷണയോജനം, ഐന്ദ്രജാലം, ക്രൗഞ്ചമാരായോഗഃ, ഹസ്തലാഘവം, ചിത്ര ശാഖാ പൂപഭുക്ത വികാര ക്രിയ, പാനകര സരാഗാസവയോജനം, സുജീയവന കർമ്മ, സൂത്ര ക്രീഡ, ഡമരു വീണാവാദ്യാനി, പ്രഹേളിക, പ്രതിമാല, ദുർവഞ്ചക യോഗ, പുസ്തകവാചനം, നാടകാഖ്യായികാദർശനം, കാവ്യസമസ്യാപൂരണം, പട്ടികീവേത്ര ബ്രാണ വികൽപഃ, തർക്കകർമാണി, തക്ഷണം, വാസ്തുവിദ്യ, രൂപരത്ന പരീക്ഷ, ധാതുവാദഃ, മണിരാഗജ്ഞാനം, ആകാരജ്ഞാനം, വൃഷായുർവേദയോഗഃ, മേഷാകുക്കുടലാബല യുദ്ധവിധിഃ, ശുഗസാരിക പ്രലാപനം, ഉത്സാദനം, കേശമാർജനം, അക്ഷരമുഷ്ടികാകഥനം, ശ്ലോകതർക്ക വികൽപഃ, ദേശഭാഷാജ്ഞാനം, പുഷ്പശകടിക, നിമിത്തജ്ഞാനം, യന്ത്രമാതൃക, ധാരണമാതൃക, സംവാജ്യം, മാനസികാവ്യക്രിയ, അഭിധാനകോശഃ, ചന്ദ്രോജ്ഞാനം, ക്രിയാവികൽപ, ചലിതകയോഗഃ, വസ്ത്രഗോപനാനി, ദ്യൂതവിശേഷഃ, ആകർഷണക്രീഡ, ബാലക്രീഡനകാനി, വൈനായികീനാം വയാസികീനാം ച വിദ്യാനാം ജ്ഞാനം. അപ്പൊ ഇത്രയാണ് ഈ 64 കലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 64 കലകളും ഉള്ളതാണ്, തികഞ്ഞതാണ് ദേവി എന്ന് പറയുന്നത്. അപ്പൊ ഈ 64 കലകളിൽ ഏതെങ്കിലും ഒക്കെ കലകളൊക്കെ ഇല്ലാത്ത ഒരു സ്ത്രീകളും ഈ ഭൂമണ്ഡലത്തിൽ കാണില്ല എന്നാണ് പറയുന്നത്. ചിലർക്ക് ചിത്രരചന ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും, ചിലർക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടാവും. അങ്ങനെ പല പല തരത്തിലുള്ള കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 64 കലകളും തികഞ്ഞതാണ് ദേവി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ 64 കലകളും തികഞ്ഞ ദേവിയുടെ സ്വരൂപങ്ങൾ തന്നെയാണ് ഇവിടെയുള്ള സ്ത്രീജനങ്ങളെല്ലാം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സർവഭൂതായദാ ദേവി സ്വർഗമുക്തി പ്രദായിനി ത്വം സ്തുത ഏകാവാ ഭവന്തു പരമോക്തയഃ. നിന്തിരുവടിയെ സർവസ്വരൂപിണിയാണെന്നും ദേവിയാണെന്നും സ്വർഗമോക്ഷങ്ങളെ തരുന്നവളാണെന്നും സ്തുതിച്ചാൽ നിന്തിരുവടിയുടെ സ്തുതിക്ക് ഇതിലധികമായ ശ്രേഷ്ഠവാക്കുകൾ മറ്റെന്താണ്? അപ്പോ ദേവി തന്നെയാണ്, സർവസ്വരൂപിണിയാണ്, ദേവിയാണ്, സ്വർഗത്തിലുള്ള മോക്ഷങ്ങളെയൊക്കെ തരുന്നതും ദേവി തന്നെയാണ്.
അങ്ങനെയുള്ള ദേവിയെ സ്തുതിച്ചാൽ ഇതിലധികമായ ശ്രേഷ്ഠ വാക്കുകൾ മറ്റെന്താണ് അല്ലെ? അപ്പൊ ഇത്രയും 64 കലകൾ അറിയാവുന്ന ആ ദേവിയെ സ്തുതിച്ചു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും വലുതായിട്ട് മറ്റെന്താണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാഭഗവർഗതേ ദേവി നാരായണീ നമോസ്തുതേ. അല്ലയോ ദേവി, സകല ജനങ്ങളുടെയും ഹൃദയത്തിങ്കൽ ബുദ്ധിരൂപേണ സ്ഥിതി ചെയ്യുന്നവളെ, അല്ലയോ സ്വർഗാഭകവർഗങ്ങളെ തരുന്ന ദേവി, അല്ലയോ നാരായണി, നിൻ തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോ സ്വർഗത്തിലുള്ള മോക്ഷങ്ങളെ തരുന്ന ദേവി, അതുപോലെ സകല ജനങ്ങളുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപമായിട്ട് വസിക്കുന്ന ദേവി, നിൻ തിരുവടിക്ക് നമസ്കാരം. കലാകാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരദോ ശക്തേ നാരായണീ നമോസ്തുതേ. കലാകാഷ്ടാദി കലാരൂപം കൊണ്ട് അന്യതാഭാവത്തെ പ്രദാനം ചെയ്യുന്ന ദേവി, വിശ്വത്തിന്റെ നാശത്തിൽ ശക്തിയോട് കൂടിയവളെ, അല്ലയോ നാരായണി, നിൻ തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പം കലകാഷ്ടാദിയായിട്ടുള്ള കലാരൂപങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ അന്യതാപ്രഭാവത്തെ പ്രദാനം ചെയ്യുന്ന കലകളെയൊക്കെ പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ദേവി ആദിപരാശക്തി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ദേവിയെ മനസ്സാ സ്മരിക്കുകയാണ്. സർവമംഗളമാംഗല്യേ ശിവേ സർവാദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണീ നമോസ്തുതേ. സകല മംഗളങ്ങളുടെയും മംഗള സ്വഭാവരൂപിണിയായി, കല്യാണകാരിണിയായി, സർവപുരുഷാർത്ഥങ്ങളെയും സ്വാധിപ്പിക്കുന്നവളായി, ശരണം പ്രാപിക്കാൻ യോഗ്യയായി, 3 കണ്ണുകളോട് കൂടിയവളായി, സ്വർണവർണ്ണയായിരിക്കുന്ന അല്ലയോ നാരായണി, നിൻ തിരുവടിക്ക് നമസ്കാരം. അപ്പോ സർവമംഗളങ്ങളെയും ചെയ്യുന്ന, അതുപോലെ മംഗള സ്വരൂപിണിയായിട്ടിരിക്കുന്ന, കല്യാണകാരിണിയായിട്ടിരിക്കുന്ന, അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടെങ്കിലും അതിനെ എല്ലാം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ദേവിയോട് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത്. അങ്ങനെ മംഗള സ്വരൂപിണിയായിട്ടിരിക്കുന്ന, കല്യാണകാരിണിയായിട്ട്, സർവപുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നവളായിട്ട്, ശരണം പ്രാപിക്കാൻ യോഗ്യയായി, 3 കണ്ണുകളോട് കൂടിയവളായിട്ട്, സ്വർണവർണ്ണയായിട്ടിരിക്കുന്ന അല്ലയോ നാരായണി, നിൻ തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം പറയുകയാണ്. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭുക്തേ സനാതനേ ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ശക്തിയായി ഭവിച്ചിരിക്കുന്ന ദേവി, നിത്യേ സത്യാദി 3 ഗുണങ്ങൾക്ക് ആശ്രയമായുള്ളവളെ, ഗുണസ്വരൂപേ അല്ലയോ നാരായണി, നിൻ തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പം ഈ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമൊക്കെ ശക്തിയായി ഭവിച്ചിരിക്കുന്ന ദേവി, നിത്യേ സത്യാദി 3 ഗുണങ്ങൾക്ക് ആശ്രയമായുള്ളവളെ, അതായത് സത്വരജസ് തമോ ഗുണങ്ങളുള്ള ആ ദേവി, ഗുണസ്വരൂപേ അല്ലയോ നാരായണി, അങ്ങനെയുള്ള അല്ലയോ നാരായണി, നിൻ തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണീ നമോസ്തുതേ. ശരണം പ്രാപിച്ച ദീനന്മാരെയും ആർത്തന്മാരെയും രക്ഷിക്കുന്നതിൽ അത്യന്തം താല്പര്യത്തോടു കൂടിയവളും സകല ലോകത്തിന്റെയും പീഡകളെ നശിപ്പിക്കുന്നവളുമായ ദേവി, അല്ലയോ നാരായണി, നിൻ തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. അങ്ങനെ ശരണം പ്രാപിച്ചിരിക്കുന്ന ദീനന്മാരെ, ശരണം പ്രാപിച്ചിരിക്കുന്ന പാവങ്ങളായിട്ടുള്ള ദീനന്മാരെയും ആർത്തന്മാരെയും ഒക്കെ രക്ഷിക്കുന്നതില് അത്യന്തം താല്പര്യത്തോടു കൂടിയവളും സകല ലോകത്തിന്റെയും പീഡകളെ സകല ലോകത്തിന്റെയും പീഡകളെ നിഷ്പ്രയാസം നശിപ്പിക്കുന്ന താല്പര്യത്തോടു കൂടിയവളും, അതുപോലെ അങ്ങനെയുള്ള സകല ദുഷ്ടന്മാരെയെല്ലാം നശിപ്പിക്കുന്ന ആ ദേവി, അല്ലയോ നാരായണി, നിൻ തിരുവടിക്ക് കോടി കോടി നമസ്കാരം. ഹംസയുക്ത വിമാനസ്തേ ബ്രഹ്മാണി രൂപധാരിണി കംശാവഹ ശരികേ ദേവി നാരായണീ നമോസ്തുതേ.
ഹംസങ്ങളോട് കൂടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ബ്രാഹ്മീ രൂപത്തോട് കൂടിയവളും കുശമന്ത്രിതയായ ജലത്തെ തളിക്കുന്നവളുമായ ഹേ ദേവി, അല്ലയോ നാരായണി, നിന്തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. അപ്പോ ഹംസങ്ങളോട് കൂടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ബ്രാഹ്മീ രൂപത്തോട് കൂടിയവളും കുശമന്ത്രിതയായ ജലത്തെ തളിക്കുന്നവളുമായിട്ടുള്ള ആ ബ്രഹ്മാണി ദേവി, അങ്ങനെയുള്ള ആ ബ്രഹ്മാണി ദേവി കമണ്ഡലു എടുത്തിട്ട് ആ ജലത്തെ ഇങ്ങനെ തളിച്ച് ഹംസവാഹനത്തിൽ പോകുന്ന ദേവി, അങ്ങനെയുള്ള അല്ലയോ ബ്രഹ്മാണി ദേവി, അങ്ങനെയുള്ള അല്ലയോ സരസ്വതി ദേവി, നിന്തിരുവടിക്ക് നമസ്കാരം. ത്രിശൂലചന്ദ്രാഹിതരേ മഹാവൃഷഭവാഹിനി മഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. മഹേശ്വര ശക്തിയുടെ രൂപത്തോടു കൂടി ത്രിശൂലത്തെയും ചന്ദ്രകലകളെയും സർപ്പങ്ങളെയും ധരിച്ചിരിക്കുന്നവളും മഹത്തായ വൃഷഭം വാഹനമായുള്ളവളും ആയ അല്ലയോ നാരായണി മഹാലക്ഷ്മി, നിന്തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. അങ്ങനെ അഷ്ടലക്ഷ്മികളുടെ ഒരു സ്വരൂപമായിട്ടുള്ള ഒരു ലക്ഷ്മി ദേവിയാണ് ആ മഹേശ്വരന്റെ പത്നിയായിട്ടിരിക്കുന്ന പാർവതി ദേവി. അങ്ങനെ മഹേശ്വര ശക്തിയുടെ രൂപത്തോടു കൂടി ത്രിശൂലത്തെയും അതുപോലെ ചന്ദ്രകലയെയും പിന്നെ എന്താണ് സർപ്പങ്ങളെയും ആ കഴുത്തിലെ സർപ്പങ്ങളെയും ധരിച്ചിരിക്കുന്നവളും മഹത്തായ വൃഷഭം വാഹനമായിട്ടുള്ളവളും മഹത്തായ വൃഷഭവാഹനയാണ് ദേവി. അങ്ങനെ വൃഷഭം വാഹനയായിട്ടുമുള്ള അല്ലയോ നാരായണി മഹാലക്ഷ്മി, നിന്തിരുവടിക്ക് നമസ്കാരം. മയൂരകുക്കുടവൃതേ മഹാശക്തിധരേ ഫനഖേ കൗമാരീ രൂപ സംസ്ഥാനേ നാരായണി നമോസ്തുതേ. മയിലിനോടും കോഴിയോടും കൂടിയവളും വലുതായ വേലായുധത്തെ ധരിച്ചിരിക്കുന്നവളും പാപമില്ലാത്തവളും സുബ്രഹ്മണ്യ ശക്തിയുടെ ആകൃതിയോട് കൂടിയവളുമായ അല്ലയോ നാരായണി, നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പോൾ മയിലിനോടും കോഴിയോടും കൂടിയവളും, അപ്പോൾ ആരുടെ ആ മയിൽ വാഹനം എന്ന് പറയുന്നത് മുരുക ഭഗവാന്റെ ആണല്ലേ മയിൽവാഹനം. അപ്പൊ മുരുക ഭഗവാന്റെ പത്നിയായിട്ടുള്ള ആ സ്കന്ദന്റെ പത്നിയായിട്ടുള്ള ആ ദേവിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മയിലിനോടും കോഴിയോടും കൂടിയവളും വലുതായ വേലായുധത്തെ ധരിച്ചിരിക്കുന്നവളും പാപമില്ലാത്തവളും സുബ്രഹ്മണ്യ ശക്തിയുടെ ആകൃതിയോട് കൂടിയവളുമായ അല്ലയോ നാരായണി, അങ്ങനെയുള്ള അല്ലയോ നാരായണി, നിന്തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ. ദളാഗ്രേഷു ച പൂർവാദി യജേ ദേവാനന്തരം ദേവസേനാപതിം ശക്തിം വിഘ്നം കുക്കുടമേവ ച മേധാമയൂരം വജ്രം ച ദീപം ലോകേശ്വരം സ്തതഃ. ശംഖചക്ര ഗദാശാർഗ ഗൃഹീത പരമായുധേ പ്രസീദ വൈഷ്ണവീ രൂപേ നാരായണി നമോസ്തുതേ. ശംഖം, ചക്രം, ഗദ, വില്ല് എന്നീ ശ്രേഷ്ഠായുധങ്ങളെ ധരിച്ചിരിക്കുന്നവളും വിഷ്ണു ശക്തി ദേവതയുടെ രൂപത്തോടു കൂടിയവളുമായ നാരായണി, നിന്തിരുവടി പ്രസാദിച്ചാലും അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോ ശംഖും ചക്രവും ഗദയും വില്ലും ഒക്കെ ധരിച്ചിരിക്കുന്ന നാരായണന്റെ പത്നിയായിട്ടുള്ള നാരായണീ ദേവി, നാരായണന്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവിയാണ് ശ്രേഷ്ഠമായിട്ടുള്ള ആയുധങ്ങളെ, അതായത് ശ്രേഷ്ഠമായിട്ടുള്ള ഏതൊക്കെ ആയുധങ്ങളാണ്? ശംഖം, ചക്രം, ഗദ, വില്ല് എന്നീ പറയുന്ന ആയുധങ്ങളെ ധരിച്ചിട്ടുള്ള വിഷ്ണു ശക്തി ദേവതയുടെ രൂപത്തോട് കൂടിയവളുമായ നാരായണി, അങ്ങനെയുള്ള നാരായണീ ദേവി, അങ്ങനെയുള്ള ലക്ഷ്മി ദേവി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ശംഖചക്രേ നമോസ്തുതേ സ്വാഹാ. ഗൃഹീതോ ഗ്രമഹാചക്രേ ദ്രംഷ്ട്രോദ്രതവസുന്ദരേ വരാഹരൂപിണീ ശിവേ നാരായണി നമോസ്തുതേ. ഉഗ്രമായി ശ്രേഷ്ഠമായിരിക്കുന്ന ചക്രത്തെ ധരിച്ചവളും തേറ്റുകൾ കൊണ്ട് ഉയർത്തിപ്പിടിക്കപ്പെട്ട ഭൂമിയോട് കൂടിയവളും വരാഹമൂർത്തിയുടെ ആകൃതിയോട് കൂടിയവളും സർവമംഗളയുമായ അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പം ഉഗ്രമായി ശ്രേഷ്ഠമായിട്ടിരിക്കുന്ന ചക്രത്തെ ധരിച്ചിരിക്കുന്നവളും അതുപോലെ തേറ്റുകൾ കൊണ്ട് ഉയർത്തിപ്പിടിക്കപ്പെട്ട ഭൂമിയോട് കൂടിയവളും വരാഹിയുടെ ആകൃതിയോട് കൂടിയവളും സർവമംഗളയുമായിട്ടുള്ള ആ അല്ലയോ നാരായണി, അങ്ങനെയുള്ള അല്ലയോ വരാഹി ദേവി, അവിടത്തേക്ക് നമസ്കാരം. നൃസിംഹരൂപേണാഗ്രേണ ഹന്തും ദൈത്യാൻ കൃതോദ്യമേ ത്രൈലോക്യത്രാണ സഹിതേ നാരായണി നമോസ്തുതേ.
ഭയങ്കരമായ നരസിംഹമൂർത്തിയുടെ രൂപത്തോടു കൂടിയവളും അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് പരിശ്രമിക്കുന്നവളും 3 ലോകങ്ങളെയും പരിപാലിക്കുന്നവളുമായ അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പം ഭയങ്കരമായിട്ടുള്ള നരസിംഹമൂർത്തിയുടെ രൂപത്തോടു കൂടിയവളും അതുപോലെ തന്നെ അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് പരിശ്രമിക്കുന്നവളും 3 ലോകങ്ങളെയും ഈ 3 ലോകങ്ങളെയും പരിപാലിക്കുന്നതാണ് നരസിംഹി രൂപിയാണ്. അങ്ങനെ ഈ 3 ലോകങ്ങളെയും പരിപാലിക്കുന്നവളും ആയ അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. കിരീടിനി മഹാവജ്രേ സഹസ്രനയോജ്ജലേ ധൃതപ്രാണഹരേ ചൈന്ദ്രീ നാരായണി നമോസ്തുതേ. കിരീടത്തോടു കൂടിയവളും മഹത്തായ വജ്രായുധത്തെ ധരിച്ചിരിക്കുന്നവളും 1000 കണ്ണുകളാൽ ശോഭിക്കുന്നവളും വൃത്രാസുരന്റെ പ്രാണങ്ങളെ ഹരിച്ചവളും ഐന്ദ്രിയായി ഭവിച്ചവളുമായ അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പം കിരീടത്തോട് കൂടിയിട്ടുള്ള മഹത്തായ ആ വജ്രായുധത്തെ ധരിച്ചിരിക്കുന്നവളും 1000 കണ്ണുകളോട് കൂടിയവളും. അപ്പൊ ആ ഇന്ദ്രന്റെ ദേവിയാണ്, ഇന്ദ്രാണി ദേവിയാണ്. അങ്ങനെ 1000 കണ്ണുകളോട് കൂടി ശോഭിക്കുന്നവളും വൃത്രാസുരന്റെ പ്രാണങ്ങളെ ഹരിച്ചവളും വൃത്രാസുരനെ വധിച്ചവളുമായിട്ടുള്ള ഐന്ദ്രിയായി ഭവിച്ച അല്ലയോ നാരായണി, അങ്ങനെയുള്ള ഐന്ദ്രീ ദേവി അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ശിവദൂതി സ്വരൂപേണ ഹതദൈത്യ മഹാബലേ ഘോരരൂപേ മഹാരാവേ നാരായണി നമോസ്തുതേ. ശിവദൂതിയുടെ സ്വരൂപത്തെ ധരിച്ച് അസുരന്മാരുടെ മഹത്തായിരിക്കുന്ന സൈന്യത്തെ ഹനിക്കുന്നവളും ഭയങ്കര രൂപയും വലിയ ശബ്ദത്തോടു കൂടിയവളുമായ അല്ലയോ നാരായണി, നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പം ശിവദൂതിയുടെ സ്വരൂപത്തെ ധരിച്ച് അസുരന്മാരുടെ മഹത്തായിരിക്കുന്ന സൈന്യത്തെ, അസുരന്മാരുടെ എല്ലാം സൈന്യത്തെ നശിപ്പിക്കുന്നവളും ഭയങ്കരമായിട്ടുള്ള രൂപം ധരിച്ചവളുമായിട്ടുള്ള വലിയ ശബ്ദത്തോടു കൂടിയുമായിട്ടുള്ള അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പം ചണ്ഡികാദേവിയുടെ ശരീരത്തിൽ നിന്നും ഉത്ഭവിച്ച ദേവതയാണ് ആ ശിവദൂതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ശിവദൂതി ദേവിക്കും നമസ്കാരം. ദ്രംഷ്ടാകരാളവദനേ ശിരോമാലാ വിഭൂഷണേ ചാമുണ്ടേ മുണ്ടമദനേ നാരായണി നമോസ്തുതേ. ദ്രംഷ്ടകളെ കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന വദനത്തോടു കൂടിയവളും താലമാലകൾ അണിഞ്ഞിരിക്കുന്നവളും മുണ്ടാസുരനെ മദനം ചെയ്തവളുമായ കാളി അല്ലയോ നാരായണി, നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പോ ദ്രംഷ്ടകളെ കൊണ്ട് ദ്രംഷ്ടകളെ കൊണ്ട് ഭയങ്കരമായ വദനത്തോടു കൂടിയവളും തലമാലകൾ ആ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്നവളും മുണ്ടാസുരനെ മദനം ചെയ്തവളുമായ കാളിയ ഭദ്രകാളി ദേവി അല്ലയോ നാരായണി, അവിടത്തേക്ക് നിന്തിരുവടിക്ക് നമസ്കാരം. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വദേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. ലക്ഷ്മിയായും ലജ്ജയായും ഉപനിഷരൂപിണിയായും ആസ്തിക്യ ബുദ്ധിയായും പുഷ്ടിയായും പിതൃതൃപ്തി സ്വരൂപയായും ശാശ്വതിയായും മഹാപ്രളയ രൂപമായും മഹാമായയായും ഇരിക്കുന്ന അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോ ലക്ഷ്മി ദേവി ആയിട്ടും ലജ്ജയായിട്ടും അതുപോലെ ഉപനിഷദ്രൂപിണിയായിട്ടും ആസ്തിക്ക് ബുദ്ധിയായിട്ടും പുഷ്ടിയായിട്ടും പിതൃതൃപ്തി സ്വരൂപയായിട്ടും നമ്മുടെ പിതൃക്കൾക്കെല്ലാം തൃപ്തി കൊടുക്കുന്ന സ്വരൂപയായിട്ടും ശാശ്വതിയായിട്ടും എല്ലാത്തിനും ശാശ്വതമായിട്ടും മഹാപ്രളയ രൂപമായും മഹാമായയായും ഇരിക്കുന്ന അല്ലയോ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പം മഹാപ്രളയ രൂപ സാക്ഷിണിയാണല്ലേ ദേവി. അപ്പൊ അങ്ങനെയുള്ള ആ ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രളയത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന ദുരിതങ്ങളിൽ നിന്നും നമ്മെ എല്ലാം രക്ഷിക്കണമേ എന്ന് ഈ ദേവിയോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദേവിമാരെയും പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ ഈ ദേവിയോടും കൂടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കാരണം ഈ ദേവിയാണ്, ഈ പറയുന്ന ദേവിയാണ് എന്താണ് മഹാപ്രളയ രൂപയായിട്ടിരിക്കുന്നത്. അങ്ങനെ മഹാപ്രളയ രൂപയായിട്ട് മഹാമായായിട്ടിരിക്കുന്ന ദേവിയാണ് ഈ ദേവി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ ദേവിയെ നമുക്ക് പ്രാർത്ഥിക്കാം. ലക്ഷ്മി ലജ്ജേ മഹാവിദ്യേ ശ്രദ്ധേ പുഷ്ടി സ്വദേ ധ്രുവേ മഹാരാത്രി മഹാമായേ നാരായണി നമോസ്തുതേ. മേദേ സരസ്വതീ വരേ ഭൂതി ബാഫ്രവിതാമസി നിയതേ ത്വം പ്രസീദേശേ നാരായണി നമോസ്തുതേ.
ധാരണാശക്തിയോട് കൂടിയ ബുദ്ധിയായി, വാഗ്ദേവതയായി, ശ്രേഷ്ഠയായി, സത്വരജസ് തമോ ഗുണ പ്രധാനയായി, ദൈവമായി, സ്വാമിനിയായി ഇരിക്കുന്ന നിന്തിരുവടി പ്രസാദിച്ചാലും ഹേ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോ ധാരണാശക്തിയോട് കൂടി ബുദ്ധിയായി, വാഗ്ദേവതയായി, ശ്രേഷ്ഠയായി, സത്വരജസ് തമോ ഗുണ പ്രധാനയായി, ദൈവമായി, സ്വാമിനിയായിരിക്കുന്ന നിന്തിരുവടി പ്രസാദിച്ചാലും ഹേ നാരായണി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ. സർവസ്വരൂപിണിയായി, സകലത്തിന്റെയും സ്വാമിനിയായി, സകല ശക്തികളോട് കൂടിയവളായി ഇരിക്കുന്ന അല്ലയോ ദേവി, നിന്തിരുവടി ഞങ്ങളെ സങ്കടങ്ങളിൽ നിന്നും രക്ഷിച്ചാലും അല്ലയോ ദുർഗേ ദേവി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെയുള്ള ആ ദുർഗാദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഏതത്തേ വദനം സൗമ്യം ലോചനത്രയഭൂഷിതം പാതുനഃ സർവഭൂതേഭ്യഃ കാർത്യായനീ നമോസ്തുതേ. സുന്ദരമായി 3 കണ്ണുകൾ കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന നിന്തിരുവടിയുടെ ഈ മുഖം ഞങ്ങളെ സകല ഭൂതങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. ഹേ കാർത്യായനി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോ സുന്ദരമായിട്ട് 3 കണ്ണുകളോട് കൂടിയിരിക്കുന്ന അലങ്കൃതമായിരിക്കുന്ന നിന്തിരുവടിയുടെ ഈ മുഖം ഞങ്ങളെ രക്ഷിക്കട്ടെ. സകല ഭൂതങ്ങളിൽ നിന്നും, സകല ഭൂതപ്രേതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കട്ടെ. അങ്ങനെ ആയിട്ടുള്ള ഹേ കാർത്യായനി ദേവി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. ജാലാകരാളമദ്യുഗ്രമശേഷാസുരസൂദനം ത്രിശൂലം പാതുനോ ഫീതേർ ഭദ്രകാളീ നമോസ്തുതേ. ജ്വാലകളെ കൊണ്ട് അതിരൗദ്രമായി അശേഷാസുരന്മാരെയും ഹിംസിക്കുന്നതിനായിരിക്കുന്ന നിന്തിരുവടിയുടെ തൃശൂലായുധം ഞങ്ങളെ ഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ. അല്ലയോ ഭദ്രകാളി, നിന്തിരുവടിക്ക് നമസ്കാരം. അപ്പം ജ്വാലകളെ കൊണ്ട് അതിരൗദ്രമായിട്ടിരിക്കുന്ന അശേഷാസുരന്മാരെയും ഹിംസിക്കുന്നതിനായിട്ട് ഇരിക്കുന്ന നിന്തിരുവടിയുടെ തൃശൂലായുധം ഞങ്ങളെ ഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ. അല്ലയോ ഭദ്രകാളി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ നേരത്തെ പറഞ്ഞെന്താ, സർവസ്വരൂപിണിയായി, സകലത്തിന്റെയും സ്വാമിനിയായി, സകല ശക്തികളോടും കൂടിയവളായിരിക്കുന്ന അല്ലയോ ദേവി, അങ്ങനെയുള്ള അല്ലയോ ദുർഗാദേവി ഞങ്ങളെ രക്ഷിച്ചാലും, അതുപോലെ തന്നെ ജ്വാലകളെ കൊണ്ട് രൗദ്രമായി അശേഷാസുരന്മാരെയും ഹിംസിക്കുന്നതിനായിരിക്കുന്ന നിന്തിരുവടിയുടെ തൃശൂലായുധം ഞങ്ങളെ ഭയത്തിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ഹിനസ്തി ദൈത്യസേജാംസി സ്വനേനാ പൂർയയാജകൽ സാഖണ്ഡാ പാതുനോ ദേവി പാപേഭ്യോ വനസുതാനിവാം. അല്ലയോ ദേവി, നാദം കൊണ്ട് 3 ലോകങ്ങളെയും നിറച്ചിട്ട് അസുരന്മാരുടെ തേജസ്സുകളെ നശിപ്പിക്കുന്ന നിന്തിരുവടിയുടെ കയ്യിലുള്ള മണി മാതാവ് പുത്രന്മാരെ എന്ന പോലെ ഞങ്ങളെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അപ്പൊ ഈ ദേവിയുടെ കയ്യിലൊരു മണിയുണ്ട്. ആ മണി മുഴക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരുടെ തേജസ്സുകളെല്ലാം നശിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള ദേവി, നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. അങ്ങനെയുള്ള ദേവി ഞങ്ങളെ എല്ലാം രക്ഷിച്ചാലും. അസുരാസൃഗ്വസാപങ്കചർച്ചിതസ്തേ കരോജ്വലഃ ശുഭായ ഖഡ്ഗോ ഭവതു ചണ്ഡികേ ത്വാം നതാവയം. അല്ലയോ ചണ്ഡികാദേവി, അസുരന്മാരുടെ ചോരയും കൊഴുപ്പുമാകുന്ന ചെളി പറ്റിയിരിക്കുന്നതും നിന്തിരുവടിയുടെ കരത്തെ പ്രകാശിപ്പിക്കുന്നതുമായ വാൾ ഞങ്ങളുടെ മംഗളത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ. ഞങ്ങൾ നിന്തിരുവടിയെ നമസ്കരിക്കുന്നു. അപ്പം ദേവിയുടെ കയ്യിൽ ചണ്ഡികാദേവിനെയാണ് സ്തുതിക്കുന്നത്. ചണ്ഡികാദേവി അസുരന്മാരുടെ ചോരയും കൊഴുപ്പുമാകുന്ന ചെളി പറ്റിയിരിക്കുന്നതും നിന്തിരുവടിയുടെ കരത്തെ പ്രകാശിപ്പിക്കുന്നതുമായ വാള് ഞങ്ങളുടെ മംഗളത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ. ഞങ്ങൾ നിന്തിരുവടിയെ നമസ്കരിക്കുന്നു. രോഗാനാശേഷനാപഹംസി തുഷ്ടാ ഹൃഷ്ടാദുകാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാഹ്യാശ്രയതാം പ്രയാതേ. നിന്തിരുവടി പ്രസാദിച്ചാൽ സകല രോഗങ്ങളെയും നശിപ്പിക്കുന്നു, കോപിച്ചാൽ സകല മനോരഥങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നിന്തിരുവടിയെ ആശ്രയിക്കുന്നവർക്ക് യാതൊരു ആപത്തുകളും ഉണ്ടാവുകയില്ല. അവർ മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെടുന്നവരായി ഭവിക്കുന്നു. അപ്പം നിന്തിരുവടി ദേവി പ്രസാദിച്ചു കഴിഞ്ഞാൽ സകല രോഗങ്ങളെയുമാണ് ശമിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോപിച്ചു കഴിഞ്ഞാലോ സകല മനോരഥങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു.
പിന്നെ നിന്തിരുവടിയെ ആശ്രയിക്കുന്നവർക്കാണെങ്കിൽ യാതൊരു ആപത്തുകളും ഉണ്ടാവുന്നതല്ല. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെടുന്നവരായി ഭവിക്കുന്നു. അവര് മറ്റുള്ളവരാൽ ആശ്രയിക്കപ്പെടുന്നവരായി ഭവിക്കുകയാണ് ചെയ്യുന്നത്. ഏതൽ കൃതം യൽ കഥനം ത്വയാവദ്യ ധർമ്മദിശാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർബഹുധാ ഭവന്മമൂർത്തിം കൃത്വാ വംബികേ തൽ പ്രകരോതി കാഹന്യഹാം. അല്ലയോ ദേവി, അല്ലയോ അംബികേ, നിന്തിരുവടി ഇപ്പോൾ സ്വശരീരത്തെ ബ്രഹ്മാദി രൂപങ്ങളെ കൊണ്ട് പല വിധത്തിലാക്കി ചെയ്തിട്ട് ധർമ്മദ്രോഹികളായ മഹാസുരന്മാരുടെ നാശത്തെ ചെയ്തു. അത് ചെയ്യുവാൻ മറ്റ് ഏതൊരുവൾ ശക്തിയുള്ളവളായി തീരുന്നു, ഒരുത്തിയും ശക്തിയുള്ളവളായി തീരുന്നില്ല. അപ്പോ അല്ലയോ ദേവി, നിന്തിരുവടി എന്താണ്? സ്വശരീരത്തെ ബ്രഹ്മാദി രൂപങ്ങളെ കൊണ്ട് പല വിധത്തിൽ, അതായത് ദേവിയിൽ നിന്ന് തന്നെ പല വിധത്തിലുള്ള ദേവികൾ ഉണ്ടായിട്ട് ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ എല്ലാം നിഗ്രഹിച്ചു. അങ്ങനെ അത്രയും ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി അത്രയും അതിഘോരമായിട്ടുള്ള യുദ്ധം ചെയ്ത് അങ്ങനെ വധിക്കാൻ ദേവിക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അല്ലാതെ ദേവിക്കല്ലാതെ മറ്റാർക്കും തന്നെ അതിന് കഴിയുകയില്ല എന്നാണ് പറയുന്നത്. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേ ഷാദേഷു വ്യാകേഷു ചകാതുധന്യാ മമത്വഗർദേ ഫതിമഹന്തകാരേ ബിഭ്രാമയത്തേ തദീവ വിശ്വം. ഇന്ദ്രജാലം മുതലായ വിദ്യകൾ, മനുസ്മൃതി മുതലായ ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ, വേദവാക്യങ്ങൾ ഇവയെല്ലാം ഉള്ളപ്പോൾ ഈ പ്രപഞ്ചത്തെ ഏറ്റവും അജ്ഞാനരൂപമായ മോഹക്കുണ്ടിലേക്ക് അത്യന്തം വട്ടം തിരിക്കുന്ന ദേവി വിഷ്ണുമായ രൂപിണിയായ നിന്തിരുവടിയല്ലാതെ മറ്റാരാണ്? ആരുമില്ല. അപ്പം ഇന്ദ്രജാലം മുതലായ വിദ്യകളും മനുസ്മൃതി മുതലായ ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും വേദവാക്യങ്ങളും ഇവയെല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തെ ഏറ്റവും അജ്ഞാനരൂപമായ മോഹക്കുണ്ടിലേക്ക് അത്യന്തം വട്ടം തിരിക്കുന്ന വിഷ്ണുമായ രൂപിണിയായ ദേവി നിന്തിരുവടിയല്ലാതെ മറ്റാരാണ്? അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മൂഢരായിട്ടുള്ള ജനങ്ങള് പണത്തിനും പ്രതാപത്തിനും വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ഒരു അല്പം പോലും കരുണയില്ലാതെ മറ്റുള്ളവരുടെ ജീവന് സ്വത്തിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ സ്വാർത്ഥമായിട്ടിരിക്കുന്ന അങ്ങനെയുള്ള മൂഢന്മാരുടെ മനസ്സ് മാറ്റി അവർക്ക് നല്ല ബുദ്ധി കൊടുത്ത് നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ദേവിയോട് തന്നെ പ്രാർത്ഥിക്കാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ മുല്ലപ്പെരിയാർ ഡാം അല്ലേ, അത് ശരിയാക്കണമെന്ന് പറഞ്ഞ് എത്ര പേരാണ് മുറവിളി കൂട്ടുന്നത്. 90 ദിവസം അങ്ങാണ്ട് അതിന് ആയുസുള്ളൂ എന്ന് വരെ പറഞ്ഞു. അത്രയ്ക്കും ദയനീയമാണ്. പ്രകൃതിക്ക് അത് താങ്ങി നിർത്തുന്നതിന് അല്ലെങ്കിൽ ദേവിമാർക്കൊക്കെ അത് താങ്ങി നിർത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അത് പൊട്ടുക തന്നെ ചെയ്യും. എന്നിട്ടും ഈ ജനങ്ങളെല്ലാം പ്രക്ഷോഭപ്പെട്ട് അവരുടെ ജീവന് വേണ്ടിയിട്ട് യാചിക്കുകയാണ്. അവര് അലറി നിലവിളിക്കുകയാണ്, മുറവിളി കൂട്ടുകയാണ്. അത് ലീഡ് ചെയ്യുന്ന ഒരാള് അത്രയും ശക്തമായിട്ട് പറയുകയാണ്. എന്നിട്ട് കൂടി കുറെ അധികാരികൾ വന്ന് ഇത് ചർച്ച ചെയ്യുന്നതല്ലാതെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല, അത് ശരിയാക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള മൂഢന്മാരായിട്ടുള്ള അവരുടെ മൂഢതയിൽ അവര് മുഴുകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള മൂഢന്മാരുടെ മൂഢത മാറ്റിയിട്ട് അവരെ നേർവഴിക്ക് നയിച്ച് അത് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി കൊടുക്കാൻ വേണ്ടി കൂടി നമുക്ക് ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. രക്ഷാംസി യത്രോഗ്രവിഷാഞ്ച നാഗാ യത്രോരയോദസ്യു ബലാനി യത്ര ദാവാനലോ യത്ര തദാബ്ദി മധ്യേ തത്ര സ്ഥിതാ ത്വം പരിപാസി വിശ്വം. രാക്ഷസന്മാർ, ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ, ശത്രുക്കൾ, കള്ളന്മാരുടെ കൂട്ടം, ഇവരിൽ നിന്നുണ്ടാകുന്ന സങ്കടങ്ങളിൽ നിന്നും, കാട്ടുതീ നിമിത്തം ഉണ്ടാകുന്ന സങ്കടത്തിൽ നിന്നും, സമുദ്രമധ്യത്തിൽ ഉണ്ടാകുന്ന ആപത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തെ എല്ലാം നിന്തിരുവടി അതാതു ദിക്കിൽ സ്ഥിതി ചെയ്തുകൊണ്ട് രക്ഷിക്കുന്നു. അപ്പോൾ ആരാണ് രക്ഷിക്കുന്നത്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഓരോ ദിക്കുകളിലും സ്ഥിതി ചെയ്തുകൊണ്ട് ദേവി തന്നെയാണ് രക്ഷിക്കുന്നത്. രാക്ഷസന്മാർ, ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ, ശത്രുക്കൾ, കള്ളന്മാരുടെ കൂട്ടം, ഇവരിൽ നിന്നുണ്ടാകുന്ന സങ്കടങ്ങളിൽ നിന്നും, തീ മൂലമുണ്ടാകുന്ന സങ്കടത്തിൽ നിന്നും, സമുദ്രമധ്യത്തിൽ ഉണ്ടാകുന്ന ആപത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തെ എല്ലാം നിന്തിരുവടി അതാതു ദിക്കിൽ സ്ഥിതി ചെയ്തുകൊണ്ട് രക്ഷിക്കുകയാണ്. അപ്പോ ദേവി തന്നെയാണ് അതാത് ദിക്കുകളിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നമ്മെ എല്ലാം ഈ പ്രപഞ്ചത്തെ എല്ലാം രക്ഷിക്കുന്നത്. ഇത് തന്നെ ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു മുല്ലപ്പെരിയാർ ഡാമിന് 50 വർഷം മാത്രമാണ് ആ ഡാം പണിത ആള് പറഞ്ഞത്.
പക്ഷേ അതിപ്പോ എത്ര വർഷം കഴിഞ്ഞു? 128 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇത്രയും വർഷം അത് ആരാണ്? ഇപ്പൊ ഓരോരുത്തർ പറയുന്നത് ദൈവമില്ല, ദേവിയില്ല, ഭഗവാനില്ല എന്ന് പറയുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ആരാണത് താങ്ങി നിർത്തുന്നത്? ആ പ്രപഞ്ചശക്തി തന്നെയാണ് ഇത് താങ്ങി നിർത്തുന്നത്. പക്ഷേ ആ പ്രപഞ്ചശക്തിക്ക്, ആ ദേവിക്ക് അല്ലെങ്കിൽ ആ ഭഗവാന് അത് താങ്ങി നിർത്തുന്നതിന് ഒരു സമയമുണ്ട്, ഒരു പരിധിയുണ്ട്. ആ പരിധി വരെ മാത്രമേ അത് താങ്ങി നിർത്താൻ കഴിയുള്ളൂ. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ പണ്ടുള്ളത്, താൻ പാതി ദൈവം പാതി എന്നാണ്. അപ്പൊ ആ ദൈവം തന്നെയാണ്, ആ ദേവി തന്നെയാണ് നമ്മളെ എല്ലാം ഈ 50 വർഷങ്ങൾക്ക് ശേഷവും അത് താങ്ങി നിർത്തി രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ അങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നതിനും ഒരു സമയപരിധി ഉണ്ട്. ആ സമയപരിധി വരെ മാത്രമേ ആ ദേവി ദേവന്മാർക്ക് പോലും അത് സംരക്ഷിച്ചുകൊണ്ട് പോവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ സകല ലോകങ്ങളെയും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ആ ദേവിയോട് നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാം, നമ്മെ എല്ലാം രക്ഷിക്കണമേ എന്ന്. എന്നിട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഇതുമുണ്ടാവണേ എന്ന് നമുക്ക് ആ ദേവിയോട് പ്രാർത്ഥിക്കാം. വിശ്വേശ്വരി ത്വം പരിപാസി വിശ്വം വിശ്വാത്മികാ ധാരയസീതി വിശ്വം വിശ്വേശവന്ദ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തിനമ്രഹാം. അല്ലയോ ദേവി, നിന്തിരുവടി വിശ്വേശ്വരിയാകൊണ്ട് വിശ്വത്തെ പരിപാലിക്കുന്നു. നിന്തിരുവടി വിശ്വാത്മികയായതുകൊണ്ട് വിശ്വത്തെ ധരിക്കുന്നു. നിന്തിരുവടി ഇന്ദ്രബ്രഹ്മാദികൾക്കും കൂടി വന്ധ്യയാകൊണ്ട് നിന്തിരുവടിയെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവർ വിശ്വത്തിന് ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു. അപ്പൊ അല്ലയോ ദേവി, നിന്തിരുവടി തന്നെ വിശ്വേശ്വരിയാകൊണ്ട് വിശ്വത്തെ പരിപാലിക്കുന്നു. ഈ വിശ്വത്തെ മുഴുവൻ പരിപാലിക്കുന്നത് ആ വിശ്വേശ്വരിയായ ദേവിയാണ്. അതുപോലെ തന്നെ നിന്തിരുവടി വിശ്വാത്മികയാകൊണ്ട് വിശ്വത്തെ ധരിക്കുന്നു. ദേവി വിശ്വാത്മികയാകൊണ്ട് ഈ വിശ്വത്തെ തന്നെ ധരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്? നിന്തിരുവടി ഇന്ദ്രബ്രഹ്മാദികൾക്കും കൂടി വന്ധ്യയാകൊണ്ട്, നിന്തിരുവടി ഇന്ദ്രബ്രഹ്മാദികൾക്കും കൂടെ വന്ധ്യയാകൊണ്ട് നിന്തിരുവടിയെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നു. നിന്തിരുവടിയെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവര് വിശ്വത്തിന് ആശ്രയഭൂതന്മാരായി ഭവിക്കുന്നു. ഈ വിശ്വത്തിന് തന്നെ ആശ്രയഭൂതന്മാരായിട്ട് ഭവിക്കുന്നു. വിശ്വേശ്വരി ഭക്തിനാമ്രഹ സ്വാഹാം. ദേവി പ്രസീദ പരിപാലയാ നോഭരി ഭീതേർനിത്യം യഥാവ സുരവദാദനുനൈവ സദ്യഃ പാപാനി സർവജഗദാം പ്രശമം നയാശു ഉൽപാദപാക ജനിതാം ച മഹോപസർഗാൻ. അല്ലയോ ദേവി, നിന്തിരുവടി പ്രസാദിച്ചാലും എപ്രകാരം മഹാസുരന്മാരെ വധിച്ചത് നിമിത്തം ഇപ്പോൾ തന്നെ ക്ഷണത്തിൽ ഞങ്ങളെ രക്ഷിച്ചുവോ, അപ്രകാരം തന്നെ ശത്രുഭയത്തിൽ നിന്ന് എല്ലായ്പ്പോഴും രക്ഷിച്ചാലും സകല ലോകങ്ങളുടെയും ദുരിതങ്ങളെയും അധർമ്മ പരിണാമമായി ഉണ്ടാകുന്ന മസൂരി മുതലായ മഹോപദ്രവങ്ങളെയും വേഗത്തിൽ പ്രശാന്തിയെ പ്രാപിപ്പിച്ചാലും. അങ്ങനെ അല്ലയോ ദേവി, നിന്തിരുവടി പ്രസാദിച്ചാലും എപ്രകാരം മഹാസുരന്മാരെ വധിച്ചതു നിമിഷം എപ്പോൾ തന്നെ ക്ഷണത്തിൽ ഞങ്ങളെ രക്ഷിച്ചു. എപ്പോൾ തന്നെ ആ ദുഷ്ടന്മാരായിട്ടുള്ള മഹാസുരന്മാരെല്ലാം വധിച്ച ദേവി ഞങ്ങളെ രക്ഷിച്ചുവോ, അപ്രകാരം തന്നെ ശത്രുഭയത്തിൽ നിന്നും, അപ്രകാരം തന്നെ ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഭയത്തിൽ നിന്നും എല്ലായ്പ്പോഴും ഞങ്ങളെ രക്ഷിച്ചാലും സകല ലോകങ്ങളുടെയും ദുരിതങ്ങളെയും, ഈ സകല ലോകങ്ങളുടെയും ദുരിതങ്ങളെയും അതുപോലെ ശത്രുഭയത്തിൽ നിന്ന് എല്ലായ്പ്പോഴും രക്ഷിച്ചാലും സകല രോഗങ്ങളുടെയും ദുരിതങ്ങളെയും അധർമ്മ പരിണാമമായി ഉണ്ടാകുന്ന പരിണാമമായിട്ടുണ്ടാകുന്ന മസൂരിയിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നുമൊക്കെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും എല്ലാം ദേവി ഞങ്ങളെ രക്ഷിച്ചാലും ഞങ്ങളെ സംരക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെയുള്ള ദേവി ഞങ്ങളുടെ മനുഷ്യ ജീവനെയെല്ലാം ഞങ്ങളെയെല്ലാം രക്ഷിച്ചാലും മഹാമായേ ആദിപരാശക്തി എന്ന് നമുക്ക് ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. പ്രാണദാം പ്രസീദ ത്വം ദേവി വിശ്വാർത്തിഹാരിണീ ത്രൈലോക്യവാസിനാമീഠേ ലോകാനാം വരദാഭവ. അല്ലയോ പ്രപഞ്ചത്തിന്റെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ദേവി, ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരിൽ പ്രസാദിച്ചാലും ത്രൈലോക്യവാസികൾക്കെല്ലാം സ്തുതിയായി നിന്തിരുവടി ലോകങ്ങൾക്ക് വരങ്ങളെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും. അപ്പോ അല്ലയോ പ്രപഞ്ചത്തിന്റെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ദേവി, ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരിൽ പ്രസാദിച്ചാൽ, അങ്ങനെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന ഞങ്ങളിൽ എല്ലാവരിലും ദേവി
എല്ലാവർക്കും വേണ്ടി പ്രസാദിച്ചാലും ത്രൈലോക്യവാസികൾക്കെല്ലാം സ്തുത്യയായ നിന്തിരുവടി ലോകങ്ങൾക്ക് വരങ്ങളെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും, അങ്ങനെ ത്രൈലോക്യവാസികൾക്കെല്ലാം സ്തുത്യയായിട്ടിരിക്കുന്ന ആ ത്രൈലോക്യവാസികളെല്ലാം തന്നെ സ്തുതിക്കുന്ന അങ്ങനെയുള്ള ദേവി നിന്തിരുവടികി ലോകങ്ങൾക്ക് വരങ്ങളെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാൽ, ഈ ലോകങ്ങൾക്കെല്ലാം വരങ്ങളെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും ദേവി. അല്ലയോ ദേവഗണങ്ങളെ, ദേവിവാചഹ വരാദഹം സുരാഗണ വരം യന്മനസേച്ഛദാ തം വൃണുദ്വം പ്രയച്ഛാമി ജഗതാമാമുപകാരകം. അല്ലയോ ദേവഗണങ്ങളെ, ഞാൻ ഭക്തന്മാർക്ക് വരത്തെ ദാനം ചെയ്യുന്നവളാകുന്നു. നിങ്ങൾ മനസ്സുകൊണ്ട് ഏതൊരു വരത്തെ ഇച്ഛിക്കുന്നുവോ ലോകോപകാരകമായ ആ വരത്തെ വരിച്ചാലും ഞാൻ ദാനം ചെയ്യാം. അപ്പം ദേവഗണങ്ങളോട് പറയുകയാണ്, അല്ലയോ ദേവഗണങ്ങളെ, ഞാൻ ഭക്തന്മാർക്ക് വരത്തെ ദാനം ചെയ്യുന്നവളാകുന്നു. നിങ്ങൾ മനസ്സുകൊണ്ട് ഏതൊരു വരത്തെ ഇച്ഛിക്കുന്നുവോ ലോകോപകാരമായ ആ വരത്തെ വരിച്ചാലും ഞാൻ ദാനം ചെയ്യാം. അപ്പോ ദേവി പറയുകയാണ്, നിങ്ങൾ എന്ത് വരമാണോ എന്നോട് ചോദിച്ചത് ആ വരത്തെ ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്യാമെന്ന് പറയുകയാണ്. ദേവൗജോ സർവബാധാ പ്രശമനം ത്രൈലോക്യ സ്വാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മൈ ദ്വൈരി വിനാശനം. അല്ലയോ സർവേശ്വരിയായ ദേവി, 3 ലോകങ്ങൾക്കും സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതായ ഞങ്ങളുടെ ശത്രുനാശം ഇപ്രകാരം തന്നെ നിന്തിരുവടിയാൽ കർത്തവ്യമാകുന്നു. അങ്ങനെ സർവേശ്വരിയായ ദേവി 3 ലോകങ്ങൾക്കും സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതായ 3 ലോകങ്ങളിലെയും സകല ദുഃഖങ്ങളെ നശിപ്പിക്കുന്നതായ ശത്രുനാശം സംഭവിപ്പിക്കുന്നതായ അങ്ങനെയുള്ള ദേവി അവിടുത്തെ കർത്തവ്യമാകുന്നു ഇതെല്ലാം. അങ്ങനെയുള്ള ദേവി നിന്തിരുവടിക്ക് നമസ്കാരം. ദേവിവാച വൈവസ്വതന്തരേ പ്രാപ്തേ അഷ്ടാവിശിംതിമേ യുഗേ ശുംഭോ നിശുംഭ ചൈവാന്യാ ഉൽപസ്തേ തേ മഹാസുരൗ. വൈവസ്വത മന്വന്തരത്തിൽ 28ാമത്തെ ചതുർയുഗത്തിൽ ശുംഭനിശുംഭന്മാർ എന്ന പേരോടുകൂടി വേറെ 2 മഹാസുരന്മാർ ഉണ്ടാകും. രക്തബീജവധാനന്തരം ദേവി യാതൊരു കാലത്തിൽ ദേവന്മാരോട് മേൽപ്പറഞ്ഞ വാക്കിനെ അരുളി ചെയ്തുവോ ആ കാലത്തിന് ശേഷം മേൽ വരാൻ പോകുന്ന വൈവസ്വത മന്വന്തര കാലത്തിൽ നന്ദഗോപകുലത്തിലും മറ്റും ദേവിയുടെ അവതാരങ്ങൾ ഉണ്ടാകും എന്ന് ഇത് മുതൽ പറയുന്നു. അപ്പം ദേവിയുടെ അവതാരങ്ങൾ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഇനി കേട്ടോ. അപ്പം ഇനി എന്താണ് വൈവസ്വര മന്വന്തരം എന്ന് പറയുന്ന ഒരു മന്വന്തരം വരും ഇതിന് ശേഷം. ആ യുഗത്തില് ശുംഭനിശുംഭന്മാരെന്ന് പേരോട് കൂടിയ 2 ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാര് വീണ്ടും ജനിക്കുന്നതാണ്. ആ സമയത്ത് ദേവി അവതാരമെടുക്കും. നന്ദഗോപകുലത്തിലും മറ്റുമൊക്കെ ദേവിയുടെ അവതാരങ്ങള് ഉണ്ടാവുന്നതായിരിക്കുമെന്ന് പറയുകയാണ്. നന്ദഗോപഗൃഹേ ജാതാ യശോദാ ഗർഭ സംഭവ തതസ്തൗ നാശയിഷ്യാമി വിന്ധ്യാചല നിവാസിനീം. നന്ദാ ഭഗവതി നാമ യാ ഭവിഷ്യതി നന്ദജ കനകോത്തമ കാന്തിഹാസാ സുഗാന്തി കനകാംബര കമലാങ്കുശ പാശാബ്ജൈരലങ്കൃത ചതുർഭുജ ഇന്ദിരാ കമലാ ലക്ഷ്മീഹാ സാ ശ്രീരുക്മാംബുജാസനാം. പുനരപ്യതി രൗദ്രേണ രൂപേണ പൃഥിവീതലേ അവർത്തീയ ഹനീഷ്യാമി വൈപ്രചിത്താം ച ദാനവാൻ. പിന്നെയും ദേവിയായ ഞാൻ വൈവസ്വത മന്വന്തരത്തിൽ തന്നെ 28ാമത്തെ ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം വരുമ്പോൾ വിപ്രചിത്തി എന്ന അസുരന്റെ അപത്യങ്ങളായ വൈപ്രചിത്തന്മാർ എന്ന ദാനവന്മാരെ അതിഭയങ്കരമായ രൂപത്തോടുകൂടി ഭൂമിയിൽ അവതരിച്ചിട്ട് നിഗ്രഹിക്കുന്നു. അങ്ങനെ പിന്നെ വൈവസ്വര മന്വന്തരത്തിൽ തന്നെ 28ാമത്തെ ദ്വാപരയുഗം കഴിഞ്ഞിട്ട് കലിയുഗം വരുമ്പോൾ, അതായത് ഈ യുഗത്തിലാണ്, ഈ കലിയുഗത്തിൽ തന്നെ വിപ്രചിത്തി എന്ന് പറയുന്ന അസുരന്റെ അപത്യങ്ങളായ വിപ്രചിത്തി എന്ന് പറഞ്ഞ് ദേവി മുൻപ് വധിച്ച ആ അസുരന്മാരുടെ കുലത്തിൽ വരുന്ന കുറെ അസുരന്മാരുണ്ട്. അവരാണ് വൈപ്രചിത്തന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ദാനവന്മാരെ, അങ്ങനെയുള്ള ആ അസുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവി അതിഘോരമായിട്ടുള്ള അതിഭയങ്കരമായിട്ടുള്ള രൂപത്തോടു കൂടി ഭൂമിയിൽ അവതരിക്കുന്നതാണ്. അവതരിച്ചിട്ട് അങ്ങനെയുള്ള ആ ദുഷ്ടന്മാരായ വൈപ്രചിത്തി അസുരന്മാരെ എല്ലാം ദേവി നിഗ്രഹിക്കുന്നതായിരിക്കും. ഭക്ഷയന്ത്യാശതാനുഗ്രാൻ വൈപ്രചിത്താൻ മഹാസുരാൻ രക്താദന്താ ഭവിഷ്യന്തി ദാഡിമീ കുസുമോപമാം. ഉഗ്രന്മാരായി മഹോസുരന്മാരായിരിക്കുന്ന ആ വിപ്രചിത്തിയുടെ പുത്രന്മാരെ ഭക്ഷിക്കുന്നവളായ എന്റെ പല്ലുകൾ രക്തവർണ്ണകളായും മാതള പൂക്കളോട് തുല്യകളായും ഭവിക്കും.
അപ്പം ദേവി എന്ത് ചെയ്യണം, അങ്ങനെ ഈ ഉഗ്രന്മാരായിട്ട് മഹാസുരന്മാരായിരിക്കുന്ന ആ വിപ്രചിത്തിയുടെ പുത്രന്മാരെയെല്ലാം ഭക്ഷിക്കുന്ന ദേവിയുടെ ദന്തങ്ങൾ എന്ന് പറയുന്നത് രക്തവർണ്ണത്തോടു കൂടി ഉള്ളതായിരിക്കും. തതോ മാം ദേവതാഹ സ്വർഗേ മർത്യലോകേ ച മാനവാഹ സുബന്ധോ വ്യാഹരിഷ്യന്തി സതതം രക്തദന്തികാം. അതു നിമിത്തം സ്വർഗലോകത്തിൽ ദേവന്മാരും ഭൂമിയിൽ മനുഷ്യരും എന്നെ എപ്പോഴും രക്തദന്തിക എന്ന് പറഞ്ഞ് സ്തുതിക്കും. അത് നിമിത്തം സ്വർഗലോകത്തിലെ ദേവന്മാരും അതുപോലെ തന്നെ ഭൂമിയിലെ മനുഷ്യരും ആ ദേവിയെ രക്തദന്തികാ ദേവി എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഒരു ദേവിയുടെ അവതാരം വരാനുണ്ട്. ആ അവതാരമാണ് ഈ രക്തദന്തികാ ദേവി എന്ന് പറയുന്നത്. അപ്പൊ ആ യുഗത്തില് ഈ ദുഷ്ടന്മാരെയുള്ള അസുരന്മാരെല്ലാം ഭക്ഷിക്കുന്നത് കൊണ്ട് ദേവിയുടെ ദന്തങ്ങള് രക്തവർണ്ണമാവുകയും അതുകൊണ്ട് തന്നെ ആ ദേവിയെ ദേവന്മാരും എല്ലാവരും രക്തദന്തിക എന്നുള്ള പേരില് വിളിക്കുന്നതായിരിക്കും. തതോ മാം രക്തദന്തികാം സ്വാഹ ഭൂയച്ഛ ശതവാർഷിക്യാം അവനാവൃഷ്ടിം വൃഷ്ട്യാമനംഭസി മുനിഫീഹ സംസ്മൃതാ ഭൂമൗ സംഭവിഷ്യാമ്യയോനിജ. പിന്നെയും 100 വർഷം മുഴുവനും മഴ പെയ്യാത്തത് കൊണ്ട് വെള്ളമില്ലാതെ തീർന്ന ഭൂമിയിൽ മുനികളാൽ ഞാൻ നല്ലവണ്ണം സ്മരിക്കപ്പെട്ടവളായിട്ട് അയോനിജയായി ഭവിക്കുന്നുണ്ട്. അപ്പോ പിന്നെയും 100 വർഷം കഴിയുമ്പോഴത്തേക്ക്, പിന്നെയും ഈ കലികാലത്തിന്റെ 100 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ഭൂമിയിൽ മഴ പെയ്യാതെ ആകും. അങ്ങനെ മഴ പെയ്യാതെ ആവുന്ന, വെള്ളമില്ലാതെ വരുന്നൊരു അവസ്ഥ ഉണ്ടാകും. ആ സമയത്ത് ദേവി എന്ത് ചെയ്യും? ഭൂമിയില് മുനികളാല് നല്ലവണ്ണം സ്മരിക്കപ്പെട്ടവളായിട്ട്, ഭൂമിയില് മുനികളാൽ നല്ലവണ്ണം സ്മരിക്കപ്പെട്ടവളായിട്ട് ദേവി അയോനിജ എന്ന് പറയുന്ന ഒരു ദേവിയായിട്ട് വരുന്നതായിരിക്കും. തദകശതേന നേത്രാണാം നിരീക്ഷിഷ്യാമി യന്മുനീൻ കീർത്തയിഷ്യന്തി മനുജാഹ ശതാക്ഷീമിതി മാം തതഹാം. അനന്തരം ഞാൻ 100 കണ്ണുകളെ കൊണ്ട് മുനികളെ കടാക്ഷിക്കും. അത് ഹേതുവായിട്ട് എന്നെ മനുഷ്യർ ശതാക്ഷി എന്ന് കീർത്തിക്കും. അനന്തരം ആ ദേവി എന്ത് ചെയ്യും? 100 കണ്ണുകളെ കൊണ്ട് മുനികളെ എല്ലാം കടാക്ഷിക്കും. അപ്പോൾ ആ ദേവിയെ എല്ലാവരും ശതാക്ഷി ദേവി എന്ന് പറഞ്ഞ് കീർത്തിക്കുന്നതായിരിക്കും. തതഃ ശതേന മാം തതഃ സ്വാഹ തതോഹമഖിലം ലോകമാത്മദേഹ സമുൽഭവൈഃ ഹരിഷ്യാമി സുരാഹ ശാകൈരാവൃഷ്ടേഹ പ്രാണധാരകൈഃ. അലയോ ദേവന്മാരെ, പിന്നീട് ഞാൻ എൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായവയും പ്രാണനെ രക്ഷിക്കുന്നവയുമായ ചീര മുതലായ സസ്യങ്ങളെ കൊണ്ട് മഴ പെയ്യുന്നത് വരെ സമസ്ത ലോകത്തെയും രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ദേവി എന്ത് ചെയ്യും? ദേവിയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ചീര മുതലായ ഭക്ഷ്യവസ്തുക്കൾ, ആ ചീര മുതലായ സസ്യങ്ങളെ കൊണ്ട് ആ മഴ പെയ്യുന്നത് വരെ ദേവി ഇവിടെയുള്ള ഭൂലോകരെയെല്ലാം രക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, ദേവി എത്ര കാരുണ്യവതിയാണെന്ന് നോക്കൂ നിങ്ങൾ. അപ്പൊ ദേവി വരുന്ന എന്തിനാണ്? ആ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ക്രൂരതകൾ ചെയ്തിട്ട് കൂടി ദേവി ഓരോ അവതാരങ്ങൾ എടുത്ത് വരുന്നു അല്ലേ? അതെന്തിനാണ്? തൻ്റെ മക്കളോടുള്ള ആ സ്നേഹം കൊണ്ടാണ്. പക്ഷെ ആ മക്കളത് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ദേവി ഇനിയും ഇതേപോലെ ഭൂമിയിൽ കലികാലത്തിന്റെ കുറെ ഭാഗങ്ങളാകുമ്പോഴത്തേക്ക് ഇനിയും ഭൂമിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോഴെല്ലാം ദേവി ഓരോ അവതാരങ്ങൾ എടുത്ത് അവതരിക്കുന്നതായിരിക്കും. അങ്ങനെ ദേവി വരുന്ന ഒരു അവതാരമാണ് ഈ പറയുന്ന ദേവിയുടെ അവതാരമായ ശതാക്ഷി എന്ന് പറയുന്ന അവതാരം. അപ്പോൾ ആ സമയത്ത് മഴയില്ലാതാവുന്ന സമയത്ത് ദേവി എന്ത് ചെയ്യും? ദേവിയുടെ ശരീരത്തിൽ നിന്ന് തന്നെ വന്ന ചീര മുതലായ സസ്യങ്ങളെ കൊണ്ട് ആ ഭൂലോകർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും. അവിടെ വിശപ്പിനെ മാറ്റുന്നതായിരിക്കും. അതായത് വെള്ളമില്ലാതെ ആകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഭക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പൊ ആ സമയത്ത് ചീര മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ചീര ദേവി കൊടുത്തിട്ട് അവരെ എല്ലാം മഴ പെയ്യുന്നത് വരെ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദേവി ശതാക്ഷി എന്ന് പറയുന്ന ഒരു അവതാരം എടുക്കുന്നത്. തസ്മിന്നേവന്തരേ ശക്രേ ചത്വാരിംശത്തമേ യുഗേ ശാകംബരേ സുവന്ദ്യായൻ ജമൻ സംഭൂജയൻ നമൻ അക്ഷയാമശ്നുദേ ഭൂതിമന്നം പാനം ഭവാന്തരേ തദോമഖിലം ധാരകൈഃ സ്വാഹാ. ശാകംബരീതി വിഖ്യാതിം തദാ യാസ്യാമ്യഹം ഭുവി തത്രൈവ ച വദിഷ്യാമി ദുർഗമാഗ്യം മഹാസുരം ദുർഗാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതേ.
അപ്പോൾ ഞാൻ ഭൂമിയിൽ ശാകംഭരി എന്ന് പ്രസിദ്ധയായി തീരും. അപ്പോൾ തന്നെ ദുർഗമൻ എന്ന മഹാസുരനെ വധിക്കുകയും ചെയ്യും. അത് നിമിത്തം എനിക്ക് പ്രസിദ്ധമായിരിക്കുന്ന ദുർഗാദേവി എന്നുള്ള പേര് ലഭിക്കും. അങ്ങനെ ദേവി അപ്പോൾ തന്നെ ശാകംഭരി എന്ന് പ്രസിദ്ധയായി തീരും. അപ്പോൾ തന്നെ ദുർഗമൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ അസുരനെ വധിക്കും ദേവി. അതുകൊണ്ട് തന്നെ ദേവിക്ക് ദുർഗാ എന്നുള്ള പേരുണ്ടാവും. ഇപ്പോൾ തന്നെ നമുക്ക് പല ക്ഷേത്രങ്ങളിലും ദുർഗാദേവി ക്ഷേത്രം ഉണ്ടല്ലേ. അപ്പൊ ആ ദേവിയാണ് ഇനി വരുന്ന ആ ദേവി ഇനിയും അവതരിക്കും. ആ ദേവിയാണ് ദുർഗാദേവി എന്ന് പറയുന്നത്. ശാകംഭരി മഹാസുരം സ്വാഹ പുനച്ചാഹം യഥാ ഭീമം രൂപം കൃത്വാ ഹിമാചലേ രക്ഷാംസി ഭക്ഷയിഷ്യാമി മുനീനാം ത്രാണകാരണാൽ തഥാ മാം മുനയഃ സർവേ സോഷ്യന്ത്യാനമമ്രമൂർത്തയഃ ഭീമാദേവീതി വിഖ്യാതം തന്മേ നാമ ഭവിഷ്യതി. പിന്നെയും ഞാൻ ഹിമവാൻ പർവ്വതത്തിൽ ഭയങ്കരമായ രൂപത്തെ ധരിച്ചിട്ട് മുനികളുടെ രക്ഷയ്ക്കായി രാക്ഷസന്മാരെ ഭക്ഷിക്കുമ്പോൾ വസിഷ്ഠൻ മുതലായ എല്ലാ മുനിമാരും ഭക്തിയോടുകൂടി നമസ്കരിച്ചിട്ട് എന്നെ സ്തുതിക്കും. അത് നിമിത്തം എനിക്ക് ഭീമാദേവി എന്ന് പ്രസിദ്ധമായ നാമം ഉണ്ടാകും. അങ്ങനെ പിന്നെയും എന്താണ് ഹിമവാൻ പർവ്വതത്തിൽ ഭയങ്കരമായിട്ടുള്ള രൂപത്തെ ധരിച്ചിട്ട് മുനികളുടെ രക്ഷയ്ക്കായി രാക്ഷസന്മാരെ ദുഷ്ടന്മാരായ കുറെ രാക്ഷസന്മാരുണ്ടാകുമ്പോൾ ആ രാക്ഷസന്മാരെയെല്ലാം ദേവി ഭക്ഷിക്കും. അപ്പോ വസിഷ്ഠൻ മുതലായ എല്ലാ മുനിമാരും ഭക്തിയോടുകൂടി നമസ്കരിച്ചിട്ട് ദേവിയെ സ്തുതിക്കും. അത് നിമിത്തം ദേവിക്ക് ഭീമാദേവി എന്നുള്ള പ്രസിദ്ധമായ പേരുണ്ടാവും. അങ്ങനെ ഭീമാദേവി എന്ന് പറയുന്ന ദേവിയുടെ ഒരു അവതാരവും ഇനി വരുന്നുണ്ട്. ദുർഗാദേവി ഹിമാചലേ സ്വാഹ രക്ഷാംസി നമ്രമൂർത്തയഃ സ്വാഹ യഥാ വരുണാഖ്യസ്ത്രലോകേ മഹാബാധാം കരിഷ്യതി തദാഭകം പ്രാമരം രൂപം കൃത്വാ ഭാസംഗേയ ശൽപദം ത്രൈലോക്യസ്യ ഹിതാർത്ഥായ വദിഷ്യാമി മഹാസുരം ഭ്രാമരീതി ച മാം ലോകാസ്തദാ സ്തോഷ്യന്തി സർവദഃ. അരുണൻ എന്ന മഹാസുരൻ ത്രൈലോകങ്ങളിലും വലുതായ പീഡയെ ചെയ്യുന്ന സമയത്ത് ഞാൻ അസംഖ്യം വണ്ടുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭ്രമരമയമായ രൂപത്തെ കൈക്കൊണ്ട് 3 ലോകങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടി ആ മഹാസുരനെ നിഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ എല്ലായിടത്തും എന്നെ ഭ്രാമരി എന്ന് സ്മരിക്കും. അപ്പോ അരുണൻ എന്ന് പറയുന്നൊരു മഹാസുരൻ ഉണ്ടാകും. ആ മഹാസുരൻ ത്രൈലോകങ്ങളിലും വലുതായ പീഡകളെ ചെയ്യുന്ന സമയത്ത് ഞാൻ ദേവി എന്ത് ചെയ്യും? അസംഖ്യം വണ്ടുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭ്രമരമായ രൂപത്തെ കൈക്കൊണ്ട്, അസംഖ്യം വണ്ടുകളെ കൊണ്ട് ദേവിയുടെ ശരീരം മുഴുവൻ അസംഖ്യം വണ്ടുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭ്രമരമായ രൂപത്തെ കൈക്കൊണ്ടിട്ട് 3 ലോകങ്ങളെയും രക്ഷിക്കുന്ന ഈ 3 ലോകങ്ങളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവി എന്ത് ചെയ്യും? ആ മഹാസുരനെ നിഗ്രഹിക്കുന്നതാണ്. ഭീമാദേവി കരിഷ്യതി സ്വാഹ തദാഹം മഹാസുരം സ്വാഹ. അങ്ങനെ ആ ദേവിക്ക് ഭ്രാമരി എന്നുള്ള പേരായിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ഭ്രാമരി എന്നുള്ള പേരിലായിരിക്കും ദേവിയെ എല്ലാവരും സ്തുതിക്കുന്നത്. യുദ്ധം യഥാ യഥാ ബാധ ദാനവോദാ ഭവിഷ്യതി തഥാ തഥാ വദർഗ്യാഹ്യാം കരിഷ്യാമ്യരി സംശയം. ഇപ്രകാരം ദാനവന്മാരിൽ നിന്നുള്ള ഉപദ്രവം എപ്പോഴെല്ലാം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിച്ചിട്ട് ശത്രുക്കളുടെ നാശത്തെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്രകാരം എപ്പോഴെല്ലാം ആ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാരിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവുന്നുണ്ടോ, എപ്പോഴൊക്കെ നമുക്ക് അധർമ്മം സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ദേവി എന്ത് ചെയ്യും? പുതിയതായിട്ട് ഓരോ അവതാരങ്ങളെടുത്ത് അവതരിച്ചിട്ട് ശത്രുക്കളെ എല്ലാം നിഗ്രഹിച്ചിട്ട് നല്ല മനുഷ്യരെ എല്ലാവരെയും ദേവി രക്ഷിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തെയും രക്ഷിക്കുന്നതായിരിക്കും. അമ്മേ നാരായണ. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു. ഭ്രാമരീതി ഭവിഷ്യതി സ്വാഹ തഥാ തഥാ സംശയം സ്വാഹ. ഇത് ശ്രീമാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ നാരായണീ സുധിർനാമ ഏകാദശോധ്യായ. അങ്ങനെ 11 അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 12-ാം അധ്യായത്തില് ദേവീ ചരിത മഹാത്മ്യാണ് വരുന്നത് കേട്ടോ. അതും കുറച്ചുണ്ട്. അതും കൂടി ആകുമ്പോഴത്തേക്ക് കഴിയുമെന്നാ തോന്നുന്നത്. അത് തോനെയുണ്ട് കേട്ടോ. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വായിക്കാമേ. അടുത്ത ക്ലാസ്സിൽ പാരായണം ചെയ്യാം. അപ്പോൾ നമ്മുടെ ഭൂമി നോക്കൂ നിങ്ങൾ. അപ്പോൾ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി പല യുഗങ്ങളിലും പല പല അവതാരങ്ങൾ എടുത്ത് വരുന്നത്. ഇപ്പൊ ഭഗവാൻ തന്നെ ഭൂമിയിൽ പല പല അവതാരങ്ങളെ എടുത്ത് വരുന്നില്ലേ? അതുപോലെ തന്നെ ദേവിയും അതേ സമയം പല പല അവതാരങ്ങളെ എടുത്ത് വരുന്നുണ്ട്.
അത് നമ്മുടെ ഈ ഭൂമിയെ രക്ഷിക്കാൻ, ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി അങ്ങനെ പലതരത്തിലുള്ള അവതാരങ്ങൾ എടുത്തു വരുന്നത്. ദേവി ഇതിനു മുമ്പും അവതാരങ്ങൾ എടുത്തിരുന്നു ഭഗവാന്റെ കൂടെ. ദേവി അതിനു മുമ്പും അവതാരങ്ങൾ എടുത്തിരുന്നു, ഇപ്പോഴും അവതാരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ദേവി ആ അവതാരങ്ങളെല്ലാം എടുത്ത് ഭൂമിയിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ദേവിയെ, അങ്ങനെയുള്ള ആ ആദിപരാശക്തി ദേവിയെ നമുക്ക് എല്ലാവർക്കും മനസ്സുരുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മനുഷ്യർക്ക് നല്ല മനസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അവർ തെറ്റുകൾ ചെയ്യാതെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ദേവിയോട് മനസ്സുരുക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അഖിൽ ഖാ, ധനേഷ് ധനു, ബിജു മംഗലത്ത്, കാൾമി സുരേഷ്, രാജു തങ്കസ്വരം, ശശികുമാർ ബട്ടർഫ്ലൈ, ഷൺമുഖവേൽസ്, രുദ്രവീണ, ആദർശ്, അക്ഷര അശ്വന്ത്, നഷി ബഷീർ, സുമിൽ, ദേവിക ദേവി, അനു. ഇത്രയും പേരാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എനിക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. നമ്മളപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് ആ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ തിരിച്ചും. അപ്പൊ ഇങ്ങനെയുള്ള അധർമ്മങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ആ ഗർഭിണിയായ സ്ത്രീയെ ചവിട്ടി ആ സ്ത്രീയുടെ ഗർഭം ഇല്ലാതാക്കുന്നു, പിന്നെ അങ്ങനെ നശിപ്പിക്കുന്നു, കുട്ടികളെ നശിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതുപോലെ ക്രൂരമായിട്ടുള്ള മദ്യപാനം, മയക്കുമരുന്ന്, സ്ത്രീ പീഡനം, അങ്ങനെയുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നു, പാവങ്ങളെ ദ്രോഹിക്കുന്നു. അതുപോലെ പല തരത്തിലുള്ള ക്രൂരതകളൊക്കെ ഭൂമിയിൽ നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പല പ്രകൃതിക്ഷോഭങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ദേവിക്കും അത്, ആ ഭൂമി ദേവിക്കും അല്ലെങ്കിൽ ആ ആദിപരാശക്തി ദേവിക്കും ഒക്കെ, ആ ദേവനും ഒക്കെ ഭഗവാനും ഒക്കെ അത് താങ്ങി നിർത്തുന്നതിനൊരു ടൈമുണ്ട്. ആ ടൈം വരെ മാത്രമേ അതൊക്കെ താങ്ങി നിർത്താൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അത് സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യരുണ്ടായേ തീരുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നല്ല മനുഷ്യരുണ്ടാവുക, അങ്ങനെ ക്രൂരരായിട്ടുള്ളവരുടെ മനസ്സ് മാറ്റി അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ നല്ല മനുഷ്യർ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിലൂടെയൊക്കെ മാത്രമേ നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തെ തന്നെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പണ്ടുള്ള കാലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ ഒരു പലതരത്തിലുള്ള നിയമങ്ങൾ അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പണ്ടത്തെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിൽ ചുറ്റുമതിൽ കെട്ടുക, വലിയ രീതിയിൽ വലിയ മതിലുകൾ കെട്ടുക, പിന്നെ പുറത്തിരുന്ന പ്രതിഷ്ഠകളെല്ലാം എടുത്ത് അകത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് ചെയ്യുമ്പോഴാണ്, അതിന് എതിരായിട്ട് ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ. അവിടെ ആ ദേവീ സ്വരൂപത്തിന് പോലും അല്ലെങ്കിൽ ആ ദൈവങ്ങൾക്ക് പോലും ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. കൊല്ലം പരവൂരുള്ള പുറ്റിങ്ങൽ ദേവീ ക്ഷേത്രത്തിൽ ഒരു വലിയ അപകടം ഉണ്ടായി. അത് ആ സമയത്ത് അത് ആ ഒരു കമ്പം നടത്തരുത് എന്ന് കളക്ടർ വരെ ഓർഡർ ഇട്ടതാണ്. ആ ഒരു സമയത്ത് ആനയുടെ തിടമ്പ് താഴെ വീണ് അതൊരു ഊഹമായിട്ട് കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ട് കൂടി അതെല്ലാം ലംഘിച്ചാണ് നടത്തിയത്. ആ ക്ഷേത്രത്തിൽ തന്നെ ഒരു വലിയ ചുറ്റുമതിൽ കെട്ടിവെച്ചിട്ട് പുറത്തിരുന്ന് കുറച്ച് ഉപദേവതകളുണ്ട്. അങ്ങനെയുള്ള ദേവതകളൊക്കെ പുറത്ത് തന്നെയാണ് പ്രതിഷ്ഠിക്കേണ്ടത്. യക്ഷി, ആനമർദ്ദ, അങ്ങനെയൊക്കെയുള്ള വസൂരിമാല. പക്ഷെ ഇതൊക്കെ എടുത്ത് അവർ അകത്ത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിന് കഴിഞ്ഞ് അതിന് മുന്നേ വർഷങ്ങളായിട്ട് ഓരോ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് വന്ന ആ നിയമങ്ങളെല്ലാം അവർ തകിടം മറിച്ച് അവരുടെ സ്വന്തം ഈ സ്വാർത്ഥതയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഉരുൾപൊട്ടലായാലും ദേവിയായാലും അത് താങ്ങി നിർത്തുന്നതിനൊരു പരിധിയുണ്ട്. മനുഷ്യരുടെ ഈ പറയുന്നുള്ള ക്രൂരതകൾ, മനുഷ്യരുടെ ഈ ദുഷ്ടതകളൊക്കെ വർദ്ധിച്ചിരുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, ആ മുല്ലപ്പെരിയാർ ഡാമിന്റെ സംഭവം അല്ലേ. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ വെറുതെ വിദ്വേഷവും പകയും അങ്ങനെയുള്ള സംഭവങ്ങളും വെച്ച് പണം മാത്രമാണ് വലുതെന്ന് കരുതി പണത്തിന്റെ പുറകെ ഓടി എന്തും ചെയ്ത് പണം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു മൈൻഡ് കളഞ്ഞിട്ട് നിങ്ങൾ ആ നേരിന്റെ വഴിക്ക് വന്ന് എല്ലാവരുടെയും ജീവൻ, ആരുടെ ആയാലും ജീവൻ വലുതാണ്, കുഞ്ഞുങ്ങളുടെ ജീവനും വലുതാണ്, എല്ലാവരുടെയും ജീവൻ വലുതാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക. അത് ചെയ്യുമ്പോഴാണ് അവിടെ ആ ഭഗവാൻ അല്ലെങ്കിൽ ആ ഭഗവതി സാന്നിധ്യം ഉണ്ടാവുന്നത്. അവിടെയാണ് നമ്മുടെ പ്രപഞ്ചത്തിന്റെ നന്മ ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കാം.
അപ്പോൾ എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം കൃഷ്ണ അർപ്പണമസ്തു, സർവം ശ്രീ ജഗദംബ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.